യേശുക്രിസ്തുവിൻ്റെ കൂടെ സന്തത സഹചാരിയായി 3.5 കൊല്ലം കൂടെ നടന്ന അരുമ ശിഷ്യനാണ് യോഹന്നാൻ. ഞാൻ ചിന്തിക്കുന്നത് യേശുവിൻ്റെ 12 ശിഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ കഴിവ് ഉണ്ട് എന്നെനിക്കൊരു ചിന്തയുണ്ട്. യോഗ്യതകൾ ഒത്തിരി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റീസ്, ജീവിതത്തിൻ്റെ യോഗ്യതകളുള്ള ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ എന്നാണ് ഞാൻ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, പെസഹയുടെ തിരുനാളിൽ, ഇവിടെ നോക്കൂ, പെസഹയുടെ തിരുനാളിൽ യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ഗൗരവമായ കാര്യം യേശു പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, നിങ്ങളിൽ ഒരുവൻ എന്നെ കാട്ടി കൊടുക്കും. അപ്പം തിന്ന ശിഷ്യന്മാരിൽ പലരും ചോദിച്ചു, അത് ഞാനാണോ ഗുരു, അത് ഞാനോ ഗുരു, അത് ഞാനോ ഗുരു എന്ന് പലരും ചോദിച്ചു. എന്നാൽ യേശുവിനോട് അത് ഞാനാണോ ഗുരു എന്ന് ചോദിക്കാത്ത ഒരാൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 12 ശിഷ്യന്മാരിൽ ഞാനാണോ ഗുരു അങ്ങ് പറഞ്ഞ ആള് എന്ന് ചോദിക്കാത്ത ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയാമോ? അത് പത്രോസ. യോഹന്നാൻ അല്ല, പത്രോസ. ഈ പത്രോസിന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യം ചോദിക്കേണ്ട ആൾ അദ്ദേഹമാണ്. കാരണം 3.5 കൊല്ലത്തെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ആൾ പത്രോസ. ഒരിക്കൽ ചോദിച്ച, കർത്താവേ, ഞങ്ങളുടെ കൂട്ടുകാരൻ പിഴച്ചാൽ ഞങ്ങൾ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? 7 വട്ടം വരെ ക്ഷമിക്കാൻ പുള്ളി റെഡിയാ. സ്തോത്രം. നമ്മൾ 1 വട്ടം വരെ ക്ഷമിക്കുന്നില്ല, പുള്ളി 7 വട്ടം വരെ ഓക്കെയാണ്. ഇപ്പം യേശു പറഞ്ഞു 7 വട്ടം പോലെ 70 വട്ടം ക്ഷമിക്കണം. അപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാണ് ഈ പത്രോസ്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചത്, ഒരു ചെറിയ പടകും അത്യാവശ്യം 1-2 വലയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിട്ടേച്ചായി ഞങ്ങൾ ഈ പുറകെ വരുന്നേ, ഞങ്ങൾക്ക് എന്തോ കിട്ടും. സത്യത്തിൽ 12 ശിഷ്യന്മാരുടെ അകത്തും ഈ ചോദ്യം കാണും, എന്തോ കിട്ടും, എന്തോ കിട്ടും, ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. ചോദിച്ചില്ല. പക്ഷെ യേശുവിനോട് ചോദിക്കാൻ ആ കാര്യത്തിൽ തൻ്റെ ഇടം കാണിച്ച ആളാണ് ആര്? പത്രോസ്. കർത്താവ്, ഞങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് പറ. സ്തോത്രം. യോഹന്നാനെ പറ്റി ഒരു കാര്യം യേശു പറഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഈ ശിഷ്യന് എന്തോ ഭവിക്കുമെന്ന് പറ, ഇവൻ എന്തോ ഭവിക്കുമെന്ന് പറ. ഉടനെ യേശു പറയുന്നുണ്ട്, ഞാൻ വരുന്നിടം വരെ അവൻ ജീവനോട് ഇരിക്കണമെന്ന് ഞാൻ ചിന്തിച്ച നിനക്കെന്നാ? സ്തോത്രം. പിന്നെ ഒരിക്കൽ യേശു ഒരു ഉപമ പറഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവ്, ഇത് അവരോട് മാത്രമാണോ അതോ ഞങ്ങൾക്കും കൂടെ ഉള്ളതാണോ? ഒരുങ്ങുന്നതിനെ പറ്റിയൊരു ഉപമയാണ്. കേൾവിക്കാർ മാത്രം ഒരുങ്ങിയാൽ മതിയോ, പാസ്റ്റർമാർ ഒരുങ്ങണ്ടായോ? അതാ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പം യേശു പറഞ്ഞു, അതൊന്നുമല്ല, എല്ലാവരും ഒരുങ്ങണം, എല്ലാവരും കൂടെ. ഞാൻ പറഞ്ഞത്, സ്വഭാവം വെച്ചാണെങ്കിൽ ഈ വിഷയത്തിനകത്ത് ആദ്യമായി കർത്താവിനോട് ചോദ്യം ചോദിക്കേണ്ട ആളാണ് പത്രോസ്. പക്ഷെ അന്ന് പുള്ളി ചോദിച്ചില്ല. പിന്നെ എന്തോ ചെയ്തെന്നറിയാമോ? ചോദിച്ചു, യേശുവിനോട് നേരിട്ടല്ല, യേശുവിൻ്റെ മാറോട് ചാരി ചോദിച്ചു കർത്താവിനോട്, ദൈവമേ, ആരുടെ കാര്യമാണ് ഇപ്പം പറഞ്ഞു? ഒരാൾ ഒറ്റ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ആരുടെ കാര്യമാണ്? ഉടനെ യേശു പറഞ്ഞു, പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാനൊരു ക്ലൂ തരാം, ചെറിയൊരു ക്ലൂ. അപ്പം യോഹന്നാൻ പറഞ്ഞു, ആ പെണ്ണാട്ട്. ക്ലൂ മറ്റൊന്നുമല്ല, ഞാൻ ഈ അപ്പക്കണ്ണം ചാറ്റിൽ മുക്കി ആർക്കാണോ കൊടുക്കുന്നത് അയാൾ ആ കക്ഷി. ഇപ്പം ഈ കർത്താവ് അപ്പക്കണ്ണം എടുത്തു. എന്നോട് നിങ്ങളുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. അപ്പക്കണ്ണം എടുത്തു, ചാറ്റിൽ മുക്കി ഇങ്ങനെ യേശുക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ യോഹന്നാന്റെ കണ്ണിങ്ങനെ അപ്പത്തിൻ്റെ കൂടെ ആരാ കൊണ്ട കൊടുത്തു. ആർക്കെന്നറിയാമോ? യൂദാക്ക്. കൊണ്ട കൊടുത്തപ്പോൾ ആളെ പിടികിട്ടി, ആള് യൂദയാണ്. 3 ലേഖനവും 1 സുവിശേഷവും 1 വെളിപ്പാട് പുസ്തകം എഴുതി ഈ മനുഷ്യൻ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആള് യൂദായാണെന്ന് അന്നൊരൊറ്റ മനുഷ്യനോട് പറഞ്ഞില്ല. നമ്മളാണെങ്കിലും ആരോടും പറയത്തില്ല. ഫേസ്ബുക്കിനകത്തൊരു ചെറിയ പോസ്റ്റ് ഇട്ടേക്കും, രക്തപാല് ചെയ്യാൻ. ആരോടും പറയണ്ട. ഈ മനുഷ്യൻ ഒരാളോടും മിണ്ടിയില്ല. ചോദിച്ച പത്രോസിനോട് പോലും പറഞ്ഞില്ല. ആരാണറിയാവോ? ഉള്ളിയാ. നമ്മളാണ് എന്തെല്ലാം ട്രിക്ക് കാണിക്കും. കണ്ണുകൊണ്ട് SMS അയക്കും, കൈ കൊണ്ട് ചൊറിയും, എന്തെല്ലാം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ആളെ കൊടുക്കാൻ. പക്ഷെ ഇയാൾ പറഞ്ഞില്ല.
പക്ഷേ യോഹന്നാൻ പറയുന്നുണ്ട് യൂദ കള്ളനാണെന്ന് യോഹന്നാൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് സുവിശേഷത്തില്ല. പ്രത്യേകത, ആ സുവിശേഷം എഴുതുന്നത് AD 80 എന്നാ യൂദ മരിച്ചേ AD 30. അപ്പൊ അർത്ഥം എന്നാ? യൂദ മരിച്ചിട്ടും 50 കൊല്ലം കഴിഞ്ഞിട്ടാ ഈ രഹസ്യം പുള്ളി എന്ത് ചെയ്യുന്നത്. ഹലോ, നമ്മളെക്കാളൊക്കെ ഒത്തിരി യോഗ്യതയുള്ള ആളായി മനുഷ്യൻ. കൂടെ നടക്കുമ്പോഴും, യേശുവിന്റെ കൂടെ നടക്കുമ്പോഴും അസാധാരണമായ വ്യക്തിത്വം കീപ്പ് ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ്. 33 കൊല്ലം ഭൂമിയിൽ താമസിച്ച നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി, ജീവിച്ചത് നമുക്ക് വേണ്ടി, മരിച്ചത് നമുക്ക് വേണ്ടി, സകല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തപ്പോ യേശു തനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമുണ്ട്. അറിയാമോ? 33 വയസ്സ് വരെ ഭൂമിയിൽ താമസിച്ച കർത്താവ് 33 കൊല്ലത്തിനിടയ്ക്ക് തനിക്ക് വേണ്ടി ചെയ്ത ഒറ്റ കാര്യം, അത് മറ്റൊന്നുമല്ല, കുരിശിൽ കിടന്ന് രക്തം ധാരധാരയായി തുള്ളി തുള്ളിയായി ആ കാൽവറിയുടെ കൊന്നിൽ വീഴുമ്പോൾ, രക്തം മീൻസ് ജീവൻ, രക്തത്തിലാണ് ജീവനുള്ളത് നമുക്കറിയാം. അപ്പൊ ജീവൻ ഇങ്ങനെ ഉറ്റുറ്റുറ്റുറ്റു വീഴുമ്പോൾ മുൾമുടി തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ച് അതിന്റെ ഒരു മുള്ള് ഈ സൈഡിൽ കൂടെ പൊട്ടി ഇങ്ങനെയൊക്കെ വരുമ്പോ തീവ്ര വേദന എടുക്കുമ്പോ ആ കുരിശിൽ കിടന്നിട്ട് വിളിക്കുന്നൊരു വിളിയുണ്ട്, സ്ത്രീയേ, അമ്മയോടാ, മറിയോട്, ഇതാ നിന്റെ മകൻ. ആരെ കാണിച്ച? യോഹന്നാനോട്. യോഹന്നാനോട് പറ, യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി യേശു ചെയ്ത ഒറ്റ കാര്യം തൻ്റെ അമ്മേനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യത്തിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തെന്നാണ്. ഇപ്പൊ എൻ്റെ ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? 12 ശിഷ്യന്മാരിൽ യേശുവിൻ്റെ അമ്മേനെ എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ സ്വന്തം അമ്മയെ പോലെ നോക്കാൻ മനസ്സുള്ള ഒറ്റയാളെ ഉള്ളെന്ന് ആർക്കറിയായിരുന്നു? ഹലോ ഹലോ, പ്രൈസ് ദി ലോർഡ്. ആ ശിഷ്യൻ അന്ന് മുതൽ യേശുവിനെ സ്വന്തം അമ്മയെ പോലെ കൈക്കൊണ്ടെന്ന് എന്നോട് നിങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എൻ്റെ ചോദ്യം, അങ്ങനെ യേശുവിൻ്റെ അമ്മേനെ കൈക്കൊള്ളുമ്പോൾ യോഹന്നാന് വേറെ അമ്മയില്ലേ? യോഹന്നാന് വേറെ അമ്മയില്ലേ? ഉണ്ട്. അമ്മയുടെ പേര് സെബദി മക്കളുടെ അമ്മയെന്നാ അല്ലേ? അപ്പൊ ഓരോ അമ്മയുള്ളപ്പോ ഓരോ അമ്മയെ കൂടെ കർത്താവിനറിയാൻ വലിയ ഭാരമൊന്നുമല്ല, യോഹന്നാന് ഭാരമൊന്നുമല്ല. പക്ഷെ നമുക്ക് പലർക്കും ആ കാര്യം ഭാര. അതിന്റെ എക്സാമ്പിളാണ്, വീട്ടില് അമ്മായിമ്മയുണ്ട്, നമ്മൾ അമ്മേനെ കൊണ്ടുവരത്തില്ല. ഗൾഫിലെ ഒരു സിസ്റ്റമാണ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മമാരെ കൊണ്ടുപോകുമല്ലോ. അമ്മായിമ്മയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ സമയത്തൊന്നും അമ്മേനെ കൊണ്ടുപോകത്തില്ല. അവര് നാട്ടിൽ വന്നതിന് ശേഷം ആരെ കൊണ്ടുപോകും? അമ്മേനെ കൊണ്ടുപോകത്തുള്ളൂ. അമ്മേനെ നാട്ടിലോട്ട് വിട്ടിട്ട് അമ്മായിമ്മയെ കൊണ്ടുപോകത്തുള്ളൂ. രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോകത്തില്ല. ഭാരത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, അമ്മായിമ്മയെ നോക്കി ചിരിക്കുവാണെങ്കിൽ അമ്മ പിണങ്ങും. അമ്മേനെ നോക്കി ചിരിക്കുവാണെങ്കിൽ അമ്മായിമ്മ എന്ത് ചെയ്യും? പിണങ്ങും. പ്രാർത്ഥിക്കുമ്പോഴല്ലയോ സൈലന്റ് ആയിട്ടിരിക്കുന്നത്, അല്ലാത്തപ്പോഴൊക്കെ നമ്മള് ഇവരെ രണ്ടുപേരെ നോക്കി മാത്രം ചിരിച്ചോണ്ടിരുന്നാൽ ഭാര്യ പിണങ്ങും. എന്തിനായി റിസ്കിന് പോകുന്നത്? ഒരാൾ വന്നിട്ട് അടുത്ത ആള്. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ നമുക്ക് പലർക്കും ഇല്ലാത്ത യോഗ്യതകൾ യോഹന്നാനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഇപ്പൊ പത്മോസല്ല. ഇങ്ങോട്ട് നോക്കണം. യോഹന്നാന്റെ ലേഖനം എഴുതുമ്പോൾ ഞാൻ ഈ പഠിക്കുന്ന ബൈബിള് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബൈബിളാണ്. സ്തോത്രം. ദാനിയേലിന്റെ ഒരു റെഫറൻസ് ബൈബിളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ബൈബിളിനകത്ത് വെളിപ്പാട് പുസ്തകം എഴുതുന്നത് AD 97 ഇട്ടേക്കുന്നത്. 97-98 വെളിപ്പാട് പുസ്തകം എഴുതിയേക്കുന്നതാണ് ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു ചരിത്രം. നമ്മൾ ആരും അന്ന് ഇല്ലായിരുന്നല്ലോ, അന്ന് ഉള്ളവരൊക്കെ കണ്ടുപിടിച്ച് എഴുതിയിട്ടുള്ള കാര്യമാണ്. രസകരമായൊരു കാര്യം, യോഹന്നാൻ ജനിക്കുന്നത് BC 1 എന്നുള്ളതാണ്, മരിക്കുന്നത് AD 99 എന്നുള്ളതാണ്. അപ്പൊ അർത്ഥം BC 1-ാം നൂറ്റാണ്ടിൽ ഒന്നിൽ ജനിച്ചിട്ട് AD 99 യോഹന്നാൻ മരിക്കുമ്പോൾ 100 വയസ്സുണ്ട് പ്രായം. എത്ര വയസ്സുണ്ട്? 100 വയസ്സുണ്ട്. അപ്പൊ 100 വയസ്സുള്ളപ്പോഴാണ് അയാൾ മരിക്കുന്നത്. 96 പത്മോസിൽ ചെല്ലുന്നത്. അങ്ങനെ ആകുമ്പോൾ പുള്ളിക്ക് എത്ര വയസ്സ് കാണും? പത്മോസിൽ ചെല്ലുമ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു 97 വയസ്സെങ്കിലും കാണും. 97 വയസ്സുള്ള അപ്പച്ചൻ പത്മോസിൽ. എഫേസോസ് എന്ന് പറയുന്ന സഭയുടെ സീനിയർ ശുശ്രൂഷകനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ എവിടെയോ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു കാര്യം ഇങ്ങനെയാണ്, പ്രായമുള്ള ആളാ പാസ്റ്ററെ, എഫേസോസ് സഭയുടെ സീനിയർ പാസ്റ്റർ. അവർക്കൊരു ഗുണമുണ്ട്, പ്രസംഗിക്കേണ്ട, ആശീർവാദം പറഞ്ഞാൽ മതി. സീനിയർ പാസ്റ്റർമാർക്ക്, ഈ ലോക്കൽ പാസ്റ്റർമാർക്ക് റിസ്ക് ഒത്തിരി കൂടുതൽ. ഇവർക്ക് റിസ്ക് ഇല്ല, ആശീർവാദം പറഞ്ഞാൽ. ഇപ്പൊ ഈ സീനിയർ പാസ്റ്റർ ആയതുകൊണ്ട് എല്ലാ യോഗത്തിനും യോഹന്നാനെ കൊണ്ടുവരും. PYPA പിള്ളേരുണ്ടല്ലോ, YPCA യൂത്ത് പിള്ളേരുണ്ട്. അവര് ചെന്ന് ഒരു കസേരയിൽ ഇതുപോലെ ഇരുത്തിയിട്ട് രണ്ടുപേര് അപ്പുറത്തും രണ്ടുപേര് ഇപ്പുറത്തും ഇരുന്ന് ഇദ്ദേഹത്തെ പൊക്കിയെടുത്ത് ചർച്ചിൽ എന്ത് ചെയ്യും? കൊണ്ടുവരും. 97 വയസ്സുണ്ട്, 95-96 വയസ്സുണ്ട്. ഒന്ന് നോക്കണം, മുടിയൊക്കെ ഇങ്ങനെ നരച്ച്, ജരാനരകൾ ബാധിച്ച്, നടക്കാൻ മേലാത്തൊരു പടുവൃത്തൻ, മരിക്കാൻ പോവാ 2 കൊല്ലം കഴിഞ്ഞാൽ. തൂക്കിയെടുത്ത് പള്ളി കൊണ്ടുവരുമ്പോൾ സമയം ചോദിക്കും, മാസ്റ്ററെ അപ്പൊ മെസ്സേജ് പറയാൻ സമയം വേണോ? അയ്യോ വേണോന്ന്. സമയം കൊടുക്കുമ്പോൾ ഒരു പ്രസംഗം പ്രസംഗിക്കും. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം?
അത്രേ ഉള്ളൂ. പ്രസംഗം കഴിഞ്ഞ അപ്പച്ച കഴിഞ്ഞു. ഇതുപോലെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. പിറ്റേ സൺഡേ ആകുമ്പോൾ അതുപോലെ തൂക്കിയെടുത്തോണ്ട് വരും. അപ്പച്ച പ്രസംഗിക്കാൻ സമയം വേണം. അപ്പച്ച ഓ വേണം. എത്ര സമയം വേണം? 5 മിനിറ്റ് മതി. എന്തുവാ പ്രസംഗം? നിങ്ങൾ തമ്മിൽ അത്രയേ ഉള്ളൂ. ഇപ്പൊ ഏതോ ഒരു വൈപ്പിയിലെ ചെറുക്കൻ ചോദിച്ചാൽ അപ്പച്ച ഇതേ ഉള്ളൂ എന്നും പറയാൻ അദ്ദേഹം പറഞ്ഞു, മോനെ വേണമെങ്കിൽ ഈ കാര്യം 1 മണിക്കൂർ എടുത്ത് എനിക്ക് പറയാം. അതിന്റെ കാര്യമൊന്നുമില്ല. 1 മണിക്കൂർ എടുത്ത് പറഞ്ഞാലും 3 മണിക്കൂർ എടുത്ത് പറഞ്ഞാലും എൻ്റെ പ്രധാന തോട്ട് ഒന്നേ ഉള്ളൂ, തമ്മിൽ എന്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. തമ്മിൽ സ്നേഹിക്കാൻ പറ്റാ നീ രക്ഷപ്പെട്ടു. എന്തിനാ അബ്രഹാമിന്റെ കാര്യം കേൾക്കുന്നേ? തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനാ മോശയുടെ കാര്യം കേൾക്കുന്നേ? തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ. സ്തോത്രം. എന്തിനാ പൗലോസിന്റെ കാര്യം കേൾക്കുന്നേ? തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങൊന്നും പോകുന്നില്ല. ആരോഗ്യമില്ലാത്ത കൊണ്ട് പ്രധാന ദൂത് പറയുക, തമ്മിൽ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത്ര ശക്തനായൊരു മനുഷ്യൻ, പടുവൃദ്ധനായ ആള് പത്മോസിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു പാസ്റ്ററെ, നടക്കാൻ ആരോഗ്യമില്ല, 1/2 മണിക്കൂർ പ്രസംഗിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഒരു സഭയുടെ ലോക്കൽ സഭയുടെ ശുശ്രൂഷനായിരിക്കാനുള്ള ആരോഗ്യമില്ല, അങ്ങനെ തീർത്തും ബലഹീനനായ അവിടുന്ന് എന്തിനാണോ ഈ പത്മോസിൽ വന്നേ? അപ്പൊ അദ്ദേഹം പറയാം, പാസ്റ്ററെ ഞാൻ വന്നതല്ല, എന്നെ എന്ത് ചെയ്തതാ? ഇവിടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ആര് കൊണ്ടുവന്നു? അവരുടെ ദേശം രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി ഡൊമീഷ്യൻ ഈ പടുവൃദ്ധനെ എവിടെ കൊണ്ടുവന്നു? പത്മോസിൽ. സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് എന്തോ പറ്റി? പ്രായമുള്ള ഈ മനുഷ്യനെ ഇവിടെ കൊണ്ട് എന്തോ പറ്റി? അദ്ദേഹത്തിന് ഒരു പ്രസംഗം പ്രസംഗിക്കാൻ ആരോഗ്യമില്ല, 1/2 മണിക്കൂർ നടക്കാൻ ആരോഗ്യമില്ല. സ്തോത്രം. ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷ നയിക്കാനുള്ള ഫിസിക്കൽ എബിലിറ്റി ഇല്ല, ആരോഗ്യമില്ല. ഈ പടുവൃദ്ധനായി ഇദ്ദേഹത്തെ എന്തിനാ പത്മോസിൽ കൊണ്ടുവന്നേ? സ്തോത്രം. പഠിച്ചപ്പോഴാണ് മനസ്സിലായി, ഈ പടുവൃദ്ധനായ ഈ യോഹന്നാൻ അദ്ദേഹത്തിന്റെ രാജ്യത്ത് താമസിച്ചാൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ഒരു ഭീഷണിയാണെന്ന് അയാൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, എന്തോ ഭീഷണി? പ്രസംഗിക്കുമോ? ഇല്ലില്ല. അന്യഭാഷ പറയുമോ? സ്തോത്രം. വിശുദ്ധിയെ പറ്റി പറയുമോ? അതൊന്നും വല്ല പ്രശ്നം. അഭിഷേകം എന്ന സാധനം ഈ മനുഷ്യന്റെ അകത്തുള്ളത് കൊണ്ട് പ്രായം ഒരു വിഷയമല്ല. ഇദ്ദേഹം ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന കരമുയർത്തി ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അഭിഷേകമുള്ളവർക്ക് പ്രായം ഒരു വിഷയം. ഒരാമേൻ പറഞ്ഞേ. നിങ്ങൾ മിണ്ടിയില്ല. സ്തോത്രം. അഭിഷേകമുള്ളവർക്ക് പ്രായം ഒരു വിഷയമല്ല. സ്തോത്രം. ശരീരത്തിന്റെ ആരോഗ്യം ഒന്നൊരു വിഷയമല്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. കൈയും കാലും ഒന്നൊരു വിഷയമല്ലെന്നേ. സ്തോത്രം. ഓസ്ട്രേലിയയിൽ ഒരു മിഷണറി ഉണ്ട്, പേര് നിക്കെന്ന. ബാക്കി കുറച്ചുകൂടെ എനിക്കറിയത്തില്ല, അത്രയും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. നിക്ക്. കൈയില്ല. സ്തോത്രം. കുറച്ചേ ഉള്ളൂ. കാല് 2 ഇല്ല. സ്തോത്രം. വെറും ഒരു ബെർമുട മാത്രമേ ഇടാറുള്ളൂ മനുഷ്യൻ. സ്തോത്രം. ഈ ടേബിളാണ് പുള്ളിക്കാരന്റെ പുൾപിറ്റ്. പക്ഷെ കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ അത്ഭുതത്തിന്റെ കലവറകളാണ് ഓരോ സദസ്സിലും ദൈവം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് എനിക്ക് ഒരു ദൂത് പറയാനുണ്ട്. ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യവും ദൈവശക്തിയും നിന്റെ അകത്ത് വ്യാപരിക്കുമെങ്കിൽ നിന്റെ ബോഡി എന്താണെങ്കിൽ ദൈവത്തിന്റെ വിഷയമല്ല. വിശ്വസിക്കുന്നവർ ചേർന്ന കരം തട്ടി ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ആമേൻ പറയാമോ നിങ്ങൾ ചേർന്ന്? ഈ ആരോഗ്യമില്ലെങ്കിലും അഭിഷേകമുള്ള ഈ മനുഷ്യനെ ഒരു പത്മോസി കൊണ്ടിട്ട്. ഞാൻ IPCയുടെ ഒരു നല്ല ശുശ്രൂഷകന്റെ പേരാണ് PJ ഡാനിയൽ. അദ്ദേഹം എഴുതിയ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാന പുസ്തകമുണ്ട്. ഞാൻ അതൊന്ന് വായിച്ചു. പത്മോസി കൊണ്ട് ചുമ്മാ വിടുവായിരുന്നില്ലെന്നാ. കൽക്കരികൾ കുഴിച്ചെടുക്കുന്ന കൽക്കരി കുഴിക്കകത്ത് കൊണ്ട് ഇട്ടെന്നാ. ഈ അപ്പച്ചനെ ഇട്ടെന്നാ. പേടിച്ചു. ഇയാൾ ഇനി മേലാൽ എന്ത് ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയണം കേട്ടോ. അഭിഷേകമുള്ളവനെ ശത്രു ഭയപ്പെടും. സ്തോത്രം. ദൈവസാന്നിധ്യമുള്ളവനെ ശത്രു പേടിക്കും. അകത്ത് ചലിക്കുന്ന കൃപയുള്ളവനെ പിശാചി പേടിക്കും. നിന്റെ അകത്ത് ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ശത്രു ഭയപ്പെടും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ രാത്രി എത്രവർക്ക് ദൂത് തിരിച്ചറിയുന്നുണ്ട്? ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്ക്. കരമുയർത്തി പറ ഹല്ലേലൂയ. ആ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ അയാൾ അല്പം ഭയപ്പെട്ടു. മരിച്ചു പോകുമോ? എന്തായിരിക്കും? വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് അടുത്തതെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോ ഒരു ദിവസം വന്നെന്നാണ്. ആ ദിവസത്തിന്റെ പേര് കർത്തൃ ദിവസം ഇല്ലേ? അന്ന് അദ്ദേഹം ആത്മവിവശനായെന്ന. പത്മോസിലെ കഴുകന്മാർ തോറ്റുപോയ ഒരു ശരീരമായിരുന്നു യോഹന്നാന്റെ ശരീരം. കാരണം ജീവനുള്ളതിനെ പോലും കിട്ടിയാൽ വിടാത്ത പത്മോസിലെ കഴുകന്മാർ പരാജയപ്പെട്ടു പോയ ഒരു ശരീരമാണ് യോഹന്നാന്റെ ശരീരം. കാരണം ആത്മവിവശതയിൽ അവിടെ കിടക്കുമ്പോൾ പറന്നു നിന്ന് കൊത്തിപ്പറിച്ചോണ്ട് പോകാൻ, വലിച്ചെടുത്തോണ്ട് പോകാൻ അവിടുത്തെ കഴുകന്മാരൊക്കെ ശ്രമിച്ചു കാണും. പക്ഷേ അവർ തോറ്റു തുന്നം പാടിയിട്ടുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ അത് ആത്മസാന്നിധ്യം പ്രാപിച്ചവന്റെ ശരീരമാണ്. വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ അങ്ങനെ അവിടെ കിടക്കുമ്പോൾ തനിക്ക് ദൈവം കൊടുത്ത വെളിപ്പാടാണ് പരിശുദ്ധാത്മാവിൽ താൻ കുറിച്ച് വെച്ചിരിക്കുന്നത്.
അതിൻ്റെ സമാപന അധ്യായത്തിൻ്റെ സമാപന വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഈ വാക്കുകൾ നിങ്ങൾ മുദ്രയിടരുത്. അങ്ങനെ തുടങ്ങുന്നത് നമ്മൾ വായിച്ച വാക്യം. സ്തോത്രം. സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം എന്ത് ചെയ്യരുത്? മുദ്രയിടരുത്. എന്നിട്ട് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ. നീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അവനെ വിട്, അവൻ ചെയ്യട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകത്തെ പറ്റി എനിക്ക് കൂലങ്കക്ഷമായ അറിവുള്ള ആളല്ല. അതിനെനിക്ക് വിഷമം ഉണ്ടായിട്ടുമില്ല. അറിയാത്തത് കൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെ പറയുന്നത് അറിയണ്ട എന്നുള്ള ആഗ്രഹത്തിലല്ല, അറിയണം. വ്യാഖ്യാനങ്ങളില്ലാതെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പുസ്തകമാണ് എന്ത്? വെളിപ്പാട് പുസ്തകം. അപ്പം അത് വ്യാഖ്യാനിക്കുന്ന നമ്മുടെ നാട്ടിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുണ്ട്, അവരുടെ പുസ്തകങ്ങളുണ്ട്. അപ്പം ആ പുസ്തകങ്ങൾ പലതും നാട്ടിൽ അവൈലബിൾ ആയത് പഠിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂലങ്കക്ഷമായൊരു അറിവ് എനിക്ക് ആ വിഷയത്തിലില്ല. ഇല്ലാത്തത് കൊണ്ട് എനിക്കൊട്ട് ഭാരവും ഇല്ല. കാരണം വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ചുവന്ന കുതിരയും വെള്ളക്കുതിരയൊക്കെ വരുന്നത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം. സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ ഏത് കുതിര വന്നാൽ എനിക്ക് എന്തോ? ഞാൻ ആ വിഷയത്തിൽ ബോധമൊന്നുമല്ല. എനിക്ക് അതിനകത്ത് വലിയ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പരസ്യമായിട്ടല്ലേ പറഞ്ഞു. ഇതിപ്പോ ലൈവ് സ്ട്രീമിംഗ് അല്ലേ, അങ്ങ് പോവല്ലയോ അമേരിക്ക വരെ. എനിക്കങ്ങനെ വലിയ കൂലങ്കക്ഷമായിട്ടുള്ള അറിവുള്ള ആളല്ല. തീർത്തും അറിയത്തില്ലെന്നല്ല, അറിയുന്നത് തെറ്റാണെന്നുമല്ല. അറിയണം, പഠിക്കൂ, ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷേ അറിഞ്ഞില്ല എന്നതിനാൽ നമ്മുടെ നിത്യതയൊന്നും നഷ്ടമായി പോകത്തില്ല. സഭ എടുക്കപ്പെട്ടതിന് ശേഷം വരുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് ഇല്ലെങ്കിലും സ്വർഗം നമുക്ക് കിട്ടുമെന്ന എൻ്റെ ഒരു കൺസെപ്റ്റ്. പക്ഷേ അറിയേണ്ട ഒരു കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ സഭ എടുക്കപ്പെടുന്നതിന് മുമ്പ് എടുക്കപ്പെടാനുള്ള കാര്യമുണ്ട്. അത് അറിഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടവുമാണ്. അവർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു കരം ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞു. ദൈവം വരുമ്പോൾ, യേശു മടങ്ങി വരുമ്പോൾ, യേശുവിൻ്റെ കൂടെ പോകാനുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൂലങ്കക്ഷമായ അറിവില്ലാതെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഗങ്ങൾ കീറി കീറി മുറിച്ച് പഠിപ്പിക്കാൻ നിനക്ക് അറിവ് ഉണ്ടായിട്ട് വലിയ ഗുണമൊന്നും ഇല്ല. ഇനി വെളിപ്പാട് പുസ്തകത്തെ പറ്റി വെളിപ്പാടെന്ന് പറയാൻ പോലും നിനക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ലെങ്കിലും യേശുവിന്റെ കാഹളം ധരിക്കുമ്പോൾ അവന്റെ കൂടെ പറന്നു പോകത്തക്ക നിലയിൽ അതിനു മുമ്പുള്ള കാര്യം ഓക്കെയാണെങ്കിൽ നീ വിജയിച്ചെന്നാണ് ഇന്ന് രാത്രി എന്റെ മെസ്സേജ്. വിശ്വസിക്കുന്ന എത്ര അധികം മക്കളുണ്ട് ചേർന്ന് ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഈ വാക്യം ഒരു ഗൗരവമുള്ള വാക്യം. ഇവിടെ യോഹന്നാനെ കൊണ്ട് പറയിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: അനീതി ചെയ്യുന്നവനുണ്ടെങ്കിൽ അവനേയും അത് വിട്, അവനെ വിട്, അവനെ വിട്, അവന്റെ ഫ്രീ വില്ലിൽ വിട്. അശുദ്ധനാണോ അവനെ വിടുന്നേ, അവൻ ചെയ്യട്ടെ. ഇവിടെ ഉണ്ടോ നിങ്ങൾ? അവനെ വിടുന്നേ. അർത്ഥം എന്നാ? ഇനി പ്രമാണങ്ങൾ കുത്തി 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 വെച്ച്, ഇനി പ്രസംഗങ്ങൾ കുത്തി 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 വെച്ച് ബ്രദറെ പോലെ ആ പരിപാടി വേണ്ട. ഇത്രയും കൊടുത്തിട്ടും ഇത്രയും പ്രസംഗിച്ചിട്ടും ഇത്രയും കേട്ടിട്ടും അവന്റെ ഹൃദയത്തിന്റെ ചിന്ത പ്രകാരം അനീതി ചെയ്യാൻ അവൻ പ്ലാൻ ചെയ്യുന്ന അവനെ വിട, അവനെ വിട. ഓരോരുത്തൻ ചെയ്യുന്നതിന് തക്കതായ പ്രതിഫലം കൊടുക്കാൻ ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ചേർന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവന്റെ ഫ്രീ വില്ലിൽ അങ്ങ് വിടാനായിട്ട് അങ്ങ് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈബിളിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അസാധാരണമായ പ്രതീക്ഷയോട് കൂടെ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയ മനുഷ്യനാണ് ആദം. അയ്യോ, ആദാമിനെയൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ പ്രതീക്ഷ ഭയങ്കര. അതുകൊണ്ടല്ലേ പുള്ളിയെ മോനെ എന്നാ വിളിച്ചേ അല്ലേ? എന്തോന്നാ മോനെ? ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒറ്റ മോനെ ഉള്ളു ആദാം, അങ്ങനെ വിളിച്ച്. ലൂക്കോസ് 3 ലാസ്റ്റ് കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദം. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ആദാമിന്റെ ബോഡി ദൈവത്തിന്റെ വിരലാ. ദൈവം ഉണ്ടാക്കി ദൈവത്തിന്റെ വിരൽ മണ്ണെടുത്ത് ഉടയതമ്പരാൻ കുഴച്ചു. കണ്ണ്, അവന്റെ മുടിയെ, അവന്റെ വായ, ദൈവം, അവന്റെ കയ്യെ, നഖമേ, ദൈവം ഉണ്ടാക്കിയ ദൈവത്തിന്റെ വിരല. അതവന്റെ ബോഡിക്കകത്ത് ദൈവത്തിന്റെ വിരല് പോകാത്തൊരു ഒറ്റ മേഖലയില്ല. ഇന്നർ പാർട്ട്, അവന്റെ ഔട്ടർ ബോഡി. ലിസൺ, അവന്റെ ബോഡിക്കകത്ത് ഉന്നതന്റെ വിരൽ.
മണ്ണ് കൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കി കിടക്കുന്ന അവന്റെ അകത്തോട്ട് ദൈവം തമ്പുരാൻ ചെന്നിട്ട് ഒറ്റ ഊതിച്ചായിരുന്നു ശ്വാസം. ദൈവത്തിന്റെ ഉദരത്തിൽ ഉരുവായ ശ്വാസം. ഏതാ ശ്വാസം? സൂര്യൻ ഉണ്ടാവട്ടെ. ശ്വാസം വിട്ടതേ ഉള്ളൂ, സൂര്യൻ അവിടെ റെഡി. ചെറിയ ശ്വാസമൊന്നുമല്ല. ചന്ദ്രൻ ഉണ്ടാവട്ടെ, സാധനം വന്നു, അത്രേ ഉള്ളൂ. അയ്യോ, ഭൂമിയൊക്കെ വലിപ്പം ഉണ്ടെന്നാ ചന്ദ്രന്റെ വലിപ്പം. സാധനം വന്നു, ഉണ്ടാവട്ടെ, കിടക്കോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സമുദ്രത്തിൽ മത്സ്യങ്ങൾ കൂട്ടമായി ജനിക്കട്ടെ. എൻ്റെ ഭാഷ ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ, ജനിക്കട്ടെ, ഒറ്റ പ്രാവശ്യം. എത്ര രാജ്യക്കാർ എത്ര കൊല്ലം കൊണ്ട് മാറി മാറി പിടിക്കുക. ഇന്ന് വരെ മീനിന് ഒരു കുറവില്ല. ഒരല്പം വില കൂടുതലാണെങ്കിലും സാധനം ഇല്ലെന്ന് പറയുന്നില്ല. സാറേ ഉണ്ട് മോദ, ഒരല്പം വില കൂടുതലാണ്, മനസ്സിലാവും. സാധനമുണ്ട്, വില കൂടുതൽ, ഇല്ലെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞതാ. സൂര്യനെ ദൈവം തമ്പുരാൻ തൂക്കിയിട്ടേക്കുന്ന ശൂന്യതയില്ല. എത്ര കൊല്ലം കൊണ്ട് കത്തുക. ഒരാമയും പറഞ്ഞേ, ചെറിയ കാര്യമൊന്നുമല്ല. ശ്വാസം പോയാൽ നമ്മുടെ വാല്യൂ പോയി. എന്താ മനുഷ്യന് ഇത്ര വാല്യൂ ഉണ്ടാവാൻ കാരണം? അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശ്വാസത്തിന് ജീവിപ്പിക്കാനുള്ള കരുത്തുണ്ട്. അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശ്വാസത്തിന് ഉളവാക്കാനുള്ള കഴിവുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ കരമുയർത്തി സ്തോത്രം പറയാമേ. അപ്പൊ ബോഡി ദൈവത്തിൻ്റെതാണ്, ഇവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശ്വാസം ദൈവത്തിൻ്റെതാണ്. ഇയാളെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? മോനെന്നാണ്. പക്ഷേ പാപം ചെയ്ത് ആദാമും ഹവ്വായും ഏദൻ തോട്ടം അല്ലെങ്കിൽ പർദീസ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ഞാൻ പറഞ്ഞത് ബൈബിളിന്റെ ഇതിവൃത്തമാണ്. ഈ പാപത്താൽ നഷ്ടപ്പെട്ട പർദീസയിലേക്ക് ഈ ജനത്തെ മടക്കി കൊണ്ടുവെക്കുക എന്നുള്ളതാണ് ബൈബിളിന്റെ പ്രത്യേകത, അല്ലേ? ഏദനിൽ നിന്ന് ഔട്ടായി അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ മടക്കി എവിടെ കൊണ്ടുവരുന്നു? പർദീസയിൽ കൊണ്ടുവരും. ഇതിനിടയ്ക്ക് ഒരു 6-7 യുഗമുണ്ട്. നിഷ്പാപ യുഗം ഇല്ലേ, ഒരു യുഗമുണ്ട്. അതിനകത്ത് അവൻ തോറ്റു. മനസാക്ഷി യുഗമുണ്ട്, അതിൽ പുള്ളി പരാജയപ്പെട്ടു. മാനുഷിക ഭരണയുഗമുണ്ട്, പുള്ളി തോറ്റു. ഓരോ യുഗമുണ്ട്. ഈ ഇത്രയും കാലഘട്ടം, ആ ഏദൻ ടു പർദീസ വരെ, ഈ പർദീസ തുടങ്ങി ഈ പർദീസ വരെയുള്ള ഈ ബ്രാക്കറ്റ് പീരീഡ് ഒരു 7 കാലഘട്ടമാണ്. 7 യുഗം, ഡിസ്പെൻസേഷൻ, നിങ്ങൾക്കറിയാം, എല്ലാം പറയുന്നില്ല. ഇപ്പോൾ ഒന്നാമത്തെ കാലഘട്ടം നിഷ്പാപം. ആ കാലഘട്ടത്തിൽ രക്ഷപ്പെട്ടില്ല, തോറ്റുപോയി. അടുത്ത യുഗം വന്നു, മനസാക്ഷി യുഗം, തോറ്റു. വാക്തത്വ യുഗം വന്നു, തോറ്റു. പിന്നെ ന്യായപ്രമാണ യുഗം, രക്ഷപ്പെട്ടായില്ല. സ്തോത്രം. അവസാനം നമ്മളിപ്പം നിൽക്കുന്ന യുഗം ഏതാ എന്ന് പറഞ്ഞേ? കൃപായോഗം. ഇതിനകത്ത് പ്രത്യേകിച്ച് കമാൻഡ്മെന്റ് ഒന്നുമില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം. ഇപ്പൊ ഏദനിൽ നഷ്ടപ്പെട്ടു പോയ പർദീസ മനുഷ്യന് മടക്കി കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടി ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഒരു സ്തോത്രം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. എൻ്റെ കൂടെ വരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കൊച്ചു മനുഷ്യന്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചോളുന്ന ആളാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന വാക്കുകൾക്ക് വലിയ വൈഭവം ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ഉള്ളം തുറന്നാണ് പറയുന്നത്, രക്തത്താൽ. എനിക്ക് എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലാവണം. സ്തോത്രം. ഈ ബൈബിള് മുഴുവൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണോ നഷ്ടപ്പെട്ടത് അതവന് മടക്കി എന്ത് ചെയ്യണം? കൊടുക്കണം. പ്രമാണങ്ങൾ കൊടുത്തത് കൊണ്ട് ഗുണമായില്ല, രക്ഷപ്പെട്ടില്ല. മനസാക്ഷിക്കകത്ത് പ്രമാണം മൊത്തം എഴുതി ചേർത്തു, ഗുണപ്പെട്ടില്ല. അവസാനം ഇവർ തോറ്റു തുന്നം പാടി പോകുമെന്നറിഞ്ഞപ്പോൾ ഉന്നതനായ ദൈവം തമ്പുരാൻ തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? അയച്ചു. കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവസാന തുള്ളി രക്തം വരെ കാൽവറിയിൽ ഊറ്റിക്കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിന്ന വചനം ഇല്ലയോ? എങ്ങനെ വാങ്ങി? വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണം പറഞ്ഞു എനിക്ക് വില കൊടുക്കാനില്ല, നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ അരിമനാഥനായ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ലാസ്റ്റ് തുള്ളി ബ്ലഡും കൂടെ ഊറ്റിക്കൊടുത്ത് വിലയ്ക്ക് മേടിച്ചു, നമ്മളെ വിലയ്ക്ക് മേടിച്ചു. എന്നിട്ട് നിത്യതയ്ക്ക് അവകാശിയായി ആക്കി. ഭൂമിയിൽ ജീവിക്കേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നൽകി തന്നു. ന്യൂ ടെസ്റ്റ്മെന്റ് അത് സവിസ്തരമായി പ്രസംഗിക്കാൻ അപ്പോസ്തലന്മാരെയും ഉപദേശകന്മാരെയും ദൈവം തന്നു. എന്നിട്ട് നമ്മളെ കൊണ്ടുവെക്കാൻ പോകുന്ന നിത്യരാജ്യത്തെ പറ്റിയുള്ള ഒരു സവിസ്തരമായ എക്സ്പ്ലനേഷൻ വെളിപ്പാട് പുസ്തകത്തിൽ തരികയും ചെയ്തു. വീതി, സ്വച്ഛ, സ്ഫടിക തുല്യം തങ്ക നിർമ്മിതമായ ഒരു പട്ടണം ഇല്ലയോ? മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. പുത്തനെറുശലേംപുരം തത്ര ശോഭിതം. അവിടുത്തെ കാര്യങ്ങളെ പറ്റിയുള്ള നല്ല എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പൊ വീണുപോയ മനുഷ്യനെ തേടി യേശു വന്നത് കൂടാഞ്ഞിട്ട്, വില കൊടുത്തു നമ്മളെ നേടിയത് കൂടാഞ്ഞിട്ട്, നിത്യരാജ്യത്തിൽ എത്താൻ ആൾക്കാരെ നമുക്ക് ഉപദേശിപ്പാൻ തന്നത് കൂടാഞ്ഞിട്ട്, നിത്യരാജ്യത്തെ പറ്റിയുള്ള വിശാലമായൊരു എക്സ്പ്ലനേഷനും തന്നു. എന്നിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ അവതാരം പറയാ, ഇത്രയും ഞാൻ തന്നിട്ടും
ഇനിയും അനീതി ചെയ്യാനാണ് നിന്റെ പാപമെങ്കിൽ നീ ചെയ്യേ. അവനെ വിട്. അവനെ വിട. ഇനി അവനെ പോട്ടെ, അവന്റെ ഇഷ്ടത്തിന് പോട്ടെ. ഇത്രയും കേട്ടിട്ടും അഴുക്കാണാനാണോ അവന്റെ വിധി? അതാണോ അവൻ ചെയ്യുന്നേ? ബ്രദറെ പോവല്ലേ പറഞ്ഞിട്ടും അവന്റെ ഹൃദയത്തിന്റെ നിരൂപണം അനുസരിച്ച് പിന്നെയും അവനെ വിട്. സ്തോത്രം. എത്ര പേർ ഈ രാത്രി ഈ ചിന്ത മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നാളുകളായി നിനക്ക് നൽകുന്ന പല മുന്നറിയിപ്പുകളും അവഗണിച്ച് പിന്നെയും പാപത്തിലേക്കാ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വില്ലിലേക്ക് നിന്നെ വിടാൻ തയ്യാറായി എന്റെ ദൈവം നിൽക്കുക. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മടങ്ങി വരാൻ കൊതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതൊരു അപകടമല്ലേ വാസ്തവേ? അല്ലേ? നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളെ വിടുന്നതൊരു അപകടമല്ലേ? ആന്നു. ഇനിയിപ്പോ ഞാൻ അവനോട് വാദിക്കുന്നില്ല. അവൻ പോയി അവന്റെ ഇഷ്ടം ചെയ്യട്ടെ. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് പ്രതിഫലം തരാൻ. ഒരു 3-4 എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പാകുന്ന പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മുടെ വില്ലിൽ വിട്ടാലുണ്ടാകുന്ന 1-2 അപകടങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഞാനൊന്ന് പറയാം. എടുത്തേ, നിങ്ങൾ റോമാലേഖനം എടുക്കാമോ പ്ലീസ്? പാസ്റ്റർ എടുത്തേ. പാസ്റ്റർ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയാം, അത് അവർക്ക് വെളിവായി വന്നിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അത് ദൈവം തമ്പുരാൻ തന്നെ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? വെളിവാക്കി കൊടുത്തു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി. എങ്ങനെയാ വെളിവാക്കി കൊടുത്തതെന്നുള്ളതാണ് ഇനി അവിടെ വായിക്കാൻ പോകുന്ന വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞ ആ വാക്കിന് അർത്ഥം ദൈവം തമ്പുരാൻ ഉണ്ടെന്ന് ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി ദൈവമുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലെന്ന ആ വാക്യത്തിന് അർത്ഥം. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ മുഴുവൻ സ്വർഗം ചെയ്തു വെച്ചു. 19-ാം സങ്കീർത്തനം എന്ന് പറയാമോ? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ ഇത്രയും വിശാലമായി ആകാശം കണ്ടാൽ ഇതുണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടെന്ന് ചിന്തിച്ചുകൂടെ? ആകാശ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അടുത്ത വാക്യം, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സ്തോത്രം. പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. പിന്നെ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. പിന്നെ ഭൂമിയുടെ എല്ലാ അറുതികൾക്കും അങ്ങനെയാണോ? ഭൂമി എല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോ വചനങ്ങളും ചെല്ലുന്നു, അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. പിന്നെ അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. സൂര്യന് കൂടാരം അടിച്ച ആളാണ് ആര്? എന്തോ? സൂര്യന് കൂടാരം അടിച്ച ആളാ. ഒരു നല്ല സ്തോത്രം സന്തോഷത്തോടൊന്ന് പറഞ്ഞ് കരമുയർത്തി. സാറേ, ഈ മൈക്ക് കെട്ടി ഇങ്ങനെ വിളിച്ചു പറയാതെ ദൈവം ഉണ്ടെന്ന് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കത്തക്ക നിലയിലുള്ള പ്രവർത്തികൾ സ്വർഗം ഈ ഭൂമിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭൂമി തന്നെ നിൽക്കുന്നത് എങ്ങനെയെന്നറിയാമോ? 23.5 ഡിഗ്രി ചെരിഞ്ഞ്. അടുത്ത വാക്യം എനിക്ക് വേണ്ടത്. ചെരിഞ്ഞ് അയ്യോ, പഠിച്ചിട്ടില്ലയോ? ഉണ്ടല്ലോ ഇല്ലേ? 23.5 ഡിഗ്രി ചെരിഞ്ഞ്. അടുത്ത വാക്യം ഇങ്ങനെ, സാങ്കല്പികമായ അച്ചുതണ്ടിൽ കറങ്ങുക. ഏത് അച്ചുതണ്ട്? സാങ്കല്പികം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണോ? ഉണ്ടെന്ന് നമ്മളങ്ങ് സാങ്കല്പിക്കുക. സാറേ, ഈ സാധനം ഇല്ല, പിന്നെ ഇതിങ്ങനെ ചെരിഞ്ഞ് കറങ്ങുമോ? എത്ര കൊല്ലം കൊണ്ടാ? ഇനി അത് മാത്രമാണോ? അതിനെ ചുറ്റി സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു, ഭൂമിയേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ചുമ്മാ മേളി നിൽക്കുക. സാധനം താഴെ വന്നിട്ടില്ല. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? പ്രൈസ് ദ ലോർഡ്. സൂര്യ ഗാലക്സികളുണ്ട്. ഇതുവരെ 1 കിലോമീറ്റർ വേഗത ഒരെണ്ണത്തിന് കൂടാതെ, ഒന്നിന്റെ വേഗത പോലും കുറയാതെ ഈ പ്രപഞ്ചത്തിൽ ഇതിനെ മുഴുവൻ കറക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടാൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഇവിടെ ദൈവം ഉണ്ടെന്ന് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകത്തക്ക നിലയിലുള്ള കാര്യങ്ങൾ സ്വർഗം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ.
അല്ല മോളെ റോമാലേഖനം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അടുത്ത വാക്യം വായിച്ചേ. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഇനിയുള്ളത് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി അക്ഷയനായ ദൈവത്തിന്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. നല്ലത് വല്ലാണ് കുഴപ്പമില്ല. പക്ഷി, മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി ആരാന്നറിയാമോ? ആരാ? അക്ഷയനായ ദൈവത്തിന്റെ രൂപമാ. ഇവിടെ ഉണ്ടോ നിങ്ങൾ? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു നിത്യ ദൈവം ഉണ്ടെന്നും ഒരു സർവശക്തനുണ്ടെന്നും അവനാണ് ഈ ഉലകത്തെ മുഴുവൻ നിർമ്മിച്ചതെന്ന സത്യവും പരസ്യമായി ദൈവം തമ്പുരാൻ സ്ഥാപിച്ചിരിക്കെ ആ അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി ജനം മാറിയപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ചിന്ത വന്നു, ഇനി ഇവനെ ഒന്നും ഓതിയിട്ട് കാര്യമൊന്നും. എന്നിട്ട് എന്താ ചെയ്തേ? അടുത്ത വായിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. നീ അശുദ്ധിയിൽ പോ, നിന്നോട് ഇനി വാദമൊന്നുമില്ല, നിന്നോട് ഇനി സംസാരിക്കാനൊന്നുമില്ല, നീ പോ. ഭൂമിയേക്കാൾ 10 മടങ്ങ് വലുപ്പമുള്ള സൂര്യനെ ശൂന്യാകാശത്തിൽ അല്ലെങ്കിൽ ഈ ഗാലക്സിയിൽ ചുമ്മാ കളിപ്പന്ത് പോലെ തൂക്കിയിട്ടേക്കുന്ന ഞാൻ, ദൈവമുണ്ടെന്നതിന്റെ തെളിവായി ആകാശത്തെ മുഴുവൻ വിരിച്ച ഞാൻ, തെളിവ് മുഴുവൻ തന്നിട്ടും എന്റെ രൂപത്തിന്, ഇഴജാതിയുടെ രൂപത്തിലേക്കാണ് നീ മാറ്റിക്കൊണ്ടുപോയി അതിനെയാണ് നീ സേവിക്കാൻ പോകുന്നെങ്കിൽ നീ പോ. നിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം തരാൻ വേഗം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ പ്രസംഗം ഇന്നിവിടെ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ദോഹ എന്നൊരു കൊച്ചു കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാൻ എയർപോർട്ടിൽ വന്നു. 2:30 ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങി. 6 മണി 6:45 വരെ അവിടെ ഇരുന്നു. ആ കസേര ഇങ്ങനെ ചാരിയിരുന്നു. കർത്താവേ, ഞാൻ മണ്ണുത്തിക്ക് പോവാ, എനിക്കൊരു മെസ്സേജ് കൊടുക്കണം, പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഉപ്പൻ്റെ കണ്ണ് പോലെ, കാരണം രാത്രി ഉറങ്ങിയില്ല. അവിടുന്ന് വണ്ടി ഓടിച്ച് ഞാൻ ഇവിടം വരെ വന്നു. എൻ്റെ ഒരു സ്നേഹിതൻ വണ്ടി കൊണ്ട് തന്നു. ഇവിടെ വന്ന് പാസിൻ്റെ വീട്ടിലാണ് ഞാൻ 2-3 മണിക്കൂർ ഉറങ്ങുന്നത്. ഉച്ച വരെ ഞാനങ്ങ് സമാധാനമായിട്ട് ഉറങ്ങി. കർത്താവിന് ഹിതമുണ്ട് സംസാരിക്കുക. ഉച്ച കഴിഞ്ഞില്ല, ഒരു 11:30 കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തൊരു അസാധാരണമായ ഒരു ആവേശം. ഒന്ന് പ്രാർത്ഥിക്കാൻ. അവിടെ വെച്ച് സ്വർഗം തന്ന വാക്യമാണ് ഞാൻ ഈ കുറിച്ച് വെച്ചേക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് മണ്ണുത്തി പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഇനി നിനക്കൊരവസരം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മടങ്ങി വരവന്റെ ഒരു മെസ്സേജ് കേൾക്കാൻ ഇനി ഒരു കൺവെൻഷൻ നടക്കണമെന്ന് നിർബന്ധമില്ല. നിന്റെ ഫ്രീ വില്ലിലേക്ക് വിടുന്നതിന് മുമ്പ് ഒരു സമയം കൂടെ സ്വർഗം നിനക്ക് തരികയാണെന്ന് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് മടങ്ങി വരാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു, വിട്ടുകളഞ്ഞു, ദൈവം ഏൽപ്പിച്ചു. പാസ്റ്റർ, ഇതിന് 26-ാമത്തെ വാക്യം വെച്ച് 25-26 വായിച്ച്. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അടുത്തത് ആമേൻ. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ എന്ത് ചെയ്തു? ആരാധിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ടേച്ച് നിത്യദൈവത്തെയും സത്യദൈവത്തെയും വിട്ടേച്ച് ഇപ്പൊ തകര പോലെ പൊങ്ങി വന്ന ദൈവങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ആരാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കർത്താവ് എന്നെ ചെയ്യുന്നറിയാമോ? കർത്താവ് ഏൽപ്പിക്കുക. അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? ദൈവം. സ്തോത്രം. ഇതൊരു അപകടമാണെന്ന് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? താഴോട്ട് വാക്യമുള്ള ഒരു വാക്യം കൊണ്ടുണ്ട്. 28-ാമത്തെ വാക്യം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഇന്ന് രാത്രി ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ഞാൻ ശാന്തമായിട്ട് പറഞ്ഞോട്ടെ. നാളുകളായി നമുക്ക് നൽകി തരുന്ന മുന്നറിയിപ്പുകളും ദൂതുകളും ആലോചനകളും അവഗണിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകാൻ വീണ്ടും നാം ശ്രമിക്കുന്നതെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് നിന്നെ വിടുന്നൊരു ദൈവമുണ്ട്.
വിശുദ്ധിയുടെ വിഷയത്തിലും പാപരഹിത ജീവിതത്തിന്റെ വിഷയത്തിലും ദൈവകൃപയുള്ളൊരു ജീവിതത്തിന്റെ വിശുദ്ധിയിലും വിശ്വാസയാത്രയിൽ വന്ന കാലഘട്ടം മുതൽ അനേകരിൽ കൂടെ സ്വർഗം നിന്നോട് സംസാരിച്ചിട്ടും ഇന്നും പലതിൽ നിന്നും നിനക്ക് വിട്ടുമാറാൻ കഴിയാതെ അതിൽ തന്നെയാണ് തുടരുന്നതെങ്കിൽ നിന്നെ അതിനു വേണ്ടി തന്നെ വിട്ടയക്കാൻ തീരുമാനിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അത് അപകട. ഞാൻ ഒരു തെളിവ് കൂടെ നിങ്ങളുടെ മുമ്പാകെ, ഒന്നല്ല പല തെളിവുകൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തെളിവിടെ തരാം. ജെനസീസ് എടുത്തേ, ഉൽപ്പത്തി പുസ്തകം എടുത്തേ, 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച പാസ്റ്റർ പ്ലീസ്. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ 3-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. അവിടെ പറയാണ്, യഹോവ പറയാ, അപ്പോൾ യഹോവ വായിച്ച പാസ്റ്റർ, മനുഷ്യനോട് എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും ഒന്നും ഞാൻ ഇങ്ങനെ പറയില്ലെന്ന് അർത്ഥം ഇല്ലയോ പാസ്റ്റർ? അങ്ങനെയല്ലയോ? അങ്ങനെയല്ലയോ? സദാകാലം രാവിലെ മടങ്ങി വാ ബ്രദറെ, മടങ്ങി വാ. ഉച്ചയ്ക്ക് മടങ്ങി വാ ബ്രദറെ, മടങ്ങി വാ. രാത്രി മടങ്ങി വാ ബ്രദറെ, മടങ്ങി വാ. അടുത്ത വർഷം മടങ്ങി വാ ബ്രദറെ, മടങ്ങി വാ. എത്ര വർഷം അങ്ങനെ പറയും? സ്തോത്രം. നോഹയുടെ കാലത്തെ കാര്യം ഒരു കൊച്ചു എക്സ്പ്ലനേഷൻ എനിക്കിവിടെ തരണം. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ച പാസ്റ്ററെ, 2-ാമത്തെ വാക്യം. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഈ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്ന വിഷയം പലപ്പോഴും സംശയത്തിനുളവാക്കുന്ന ഒരു കാര്യമാണ്. എനിക്കതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. വേണേ എടുത്താൽ മതി, വേണ്ട വിട്ടേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. പിന്നെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ ഫേസ്ബുക്കിൽ ഇടാവുള്ളൂ. സ്തോത്രം. എന്തിനാ വെറുതെ വീട്ടിൽ ഇരിക്കുന്നത്? പ്രൈസ്തല്ലോ. അല്ല, ഇതിനകത്തൊക്കെ വരുന്ന വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യാതൊരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊന്നും അല്ല. അവരങ്ങനെ എഴുതുക. സ്തോത്രം. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്ത്, വേണ്ടെങ്കിൽ വിട്ടൊക്കെ ഞാൻ എടുത്തോളൂ. ഈ ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ എത്ര നാൾ പാർത്തെന്ന് നമുക്കറിയില്ല. അവർ കുറെ നാൾ വിശുദ്ധന്മാരായിട്ട് എന്ത് ചെയ്തു? പാർത്തു. അവർ ആ സ്ഥലത്ത് ജീവിച്ചപ്പോ അവർക്ക് തലമുറ ഉണ്ടായി കാണും, അതിൽ യാതൊരു സംശയമില്ല. കാരണം അന്ന് ശാപമില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും തലമുറകൾ ഉണ്ടാക്കണം. അവിടുന്ന് അവർ പുറത്തിറങ്ങിയതിന് ശേഷമാ കൈനും കാമ്പിൽ എന്ത് ചെയ്യുന്നത് ഉണ്ടാകും. അപ്പൊ എന്റെ ഭാഷ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയതൊരു എനിക്ക് കൊള്ളാമെന്ന് തോന്നിയൊരു കാര്യമായതുകൊണ്ട് ഞാനങ്ങ് പറയുക, ഏദനിൽ വെച്ച് അവർക്ക് ഉണ്ടായ തലമുറകളായിരിക്കും ഈ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന നിലയിൽ ഉള്ളവർ. കാരണം അന്ന് പാപം ചെയ്തിട്ടില്ല അവർ രണ്ടുപേരും. അവരെ മൊത്തം ദൈവം നമ്പരൻ പ്രളയത്തിൽ തീർത്തു. പ്രളയത്തിന് ശേഷം പിന്നെയുള്ള കുഞ്ഞുങ്ങൾ നോഹയുടെ തലമുറയാ. നോഹയുടെ മകൻ, നോഹ മനുഷ്യനാ, മകനും മനുഷ്യനാ. അവർക്ക് അവരുടെ ഭാര്യമാർ മനുഷ്യരായിരുന്നു. സ്തോത്രം. സാധാരണക്കാരായിരുന്നു. എനിവേ, ഞാൻ ആ ഭാഗം വിടുന്നു. ഇവിടുത്തെ പ്രത്യേകത, നോഹയുടെ കാലത്തിന്റെ ഏറ്റവും വലിയ വിഷയം ബോധിച്ചതിനെ ഭാര്യമാരായിട്ട് എടുക്കുന്ന ഒരു, എനിക്കതിനെ തോന്നി എടുക്കുക. സ്തോത്രം. ഓരോരുത്തരും ബോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നൊരു കാലഘട്ടം. ആരും ആർക്കും കീഴെയൊന്നും അല്ല. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഒരു സ്നേഹിതനായ ഒരു പാസ്റ്റർ ഒരാളെ ശാസിച്ചു. എന്തോ പള്ളി വരാത്തതിൻ്റെ പേരിൽ അങ്ങോട്ട് ശാസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്നെ വളരെ ചിന്തിപ്പിച്ചു. പാസ്റ്ററെ, ഞാൻ അങ്ങോട്ട് വരുന്നത്, സൺഡേ വരുന്നത് ശമ്പളം മേടിച്ചിട്ടൊന്നും അല്ല. ഞാനങ്ങ് വരുമല്ലയോ, ശമ്പളം വാങ്ങിയിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. ഇപ്പൊ വരുമ്പോ ഉപദേശിക്കുവാണെങ്കിൽ ഉപദേശിച്ചോ, പുറകെ നടന്ന് എന്ത് ചെയ്യണ്ട, ആർക്ക് കീഴ്പ്പെടാൻ, ആരെ ബോധിക്കാൻ, എത്ര നാളിങ്ങനെ പോകും? പ്രൈസ് ദി ലോർഡ്. തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുക്കുന്ന ഒരു കാലഘട്ടം. ഇന്നതുണ്ടോ ഇല്ലയോ എന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി പഠിച്ചാൽ അറിയാം. ഒരാൾക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് അവർക്ക് പോലും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗൗരവമായിട്ട് ഇതൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാൻ ഒരു ലജ്ജയുമില്ല. പ്രൈസ് ദി ലോർഡ്. ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കാലഘട്ടം. 2 താഴോട്ട് വായിക്കാമോ മാസ്റ്ററെ? അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു.
അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. അടുത്തത്, ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ. 5-ാമത്തെ വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്തിന്റെ മറ്റൊരു പ്രത്യേകത, ദുഷ്ടത നിറഞ്ഞൊരു കാലഘട്ടം. അയ്യോ, ഒരാൾക്കെതിരെ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്തൊരു കാലഘട്ടം. ഇന്ന് അങ്ങനെ അല്ലയോ? അങ്ങനെ അല്ലയോ? ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടോ? മെസ്സേജ് കേട്ടിരിക്കുവാണോ അതോ ഒരു ഹല്ലേലൂയ ശക്തം ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ? ഓ, അങ്ങനെയൊന്നും പോലെ മണ്ണത്ത് കയറി നന്നായിട്ട് പറയത്തില്ലയോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ കരം ഉയർത്തി സ്തോത്ര സ്തോത്ര സ്തോത്രം. നോഹയുടെ കാലത്തെ പോലെ ദുഷ്ടത ഇന്നില്ലയോ? അയ്യോ, 85 വയസ്സുള്ള അമ്മച്ചിക്ക് പോലും സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടം. ജനിപ്പിച്ച സ്വന്തം കുഞ്ഞിനെ കോടാലി കൊണ്ട് വെട്ടിക്കീറുന്ന കാലഘട്ടം. ജനിപ്പിച്ച സ്വന്തം കുഞ്ഞിനെ കോടാലിക്ക് കീറുന്ന കാലഘട്ടം. അയ്യോ, കാമുകന്റെ കൂടെ പോകാൻ ജനിപ്പിച്ച സ്വന്തം കുഞ്ഞിനെ ജീവനോടെ JCB കൊണ്ടുവന്ന് മണ്ണ് മാന്തിയിട്ട് ജീവനോടെ അതിനകത്തിട്ട് കുഴിച്ചു മൂടുന്നൊരു കാലഘട്ടം. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മനുഷ്യന്റെ നിരൂപണങ്ങളൊക്കെയും ബാല്യം മുതൽ ദോഷമുള്ള നിരൂപണങ്ങൾ എന്ന് ദൈവം തമ്പുരാൻ തിരിച്ചറിഞ്ഞൊരു കാലഘട്ടം. എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയൊരു സംഭവമുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് ഉടയ തമ്പുരാൻ അനുതപിച്ച ഒരു വേണ്ടായിരുന്നു. മൃഗത്തിന്റെ വിഷയത്തിൽ ആ ടെൻഷൻ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? നമുക്ക് ദൈവത്തോടുള്ളതിനൊക്കെ കുറച്ചുകൂടെ ബന്ധം ആർക്കുണ്ട്? ദൈവത്തോട് മൃഗങ്ങൾക്കുണ്ട്. സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് നോഹ പ്രസംഗിച്ചത് മനുഷ്യരോടാ. മനുഷ്യരാരും പോയില്ല. മൃഗത്തോടാരാ പ്രസംഗിച്ച്? അയ്യോ, പെട്ടകത്തിൽ കയറുന്ന സമയമായപ്പോൾ എല്ലാം വന്നില്ലയോ പാസ്റ്റർ? ഈ രണ്ടെണ്ണം എല്ലാം വന്നു. എല്ലാ സാധനവും വന്നു. ഹിംസ്ര ജീവി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സാധനവും രാവിലെ 9 മണിയായപ്പോൾ അവിടെ ഹാജരായി. ആര് പറഞ്ഞിട്ട്? സ്തോത്രം. മൃഗത്തെ ഉണ്ടാക്കിയതിന്റെ പേരിൽ ദൈവം അനുദപിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ഉടയ തമ്പുരാൻ വേണ്ടായിരുന്നു. എന്നിട്ട് പറയാ, ഞാൻ അവനോട് സദാകാലവും വാദിക്കത്തില്ല, കാരണം അവൻ ജഡം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്ത എനിക്ക് ജഡം മാത്രമേ ഉള്ളൂ, ആത്മാവ്. അതുകൊണ്ട് ദൈവം പറയാണ്, ഇനി ഇപ്പം ഞാൻ അവനോട് വാദിക്കുന്നില്ല, അവന്റെ ഇഷ്ടം പോലെ പൊക്കോട്ടെ, ഞാൻ തീർക്കും. നീ ഒരു കാര്യം ചെയ്യ്, പെട്ട ഉണ്ടാക്കിക്കോ. നീ കൃപ പ്രാപിച്ചില്ലേ, നീ പെട്ട ഉണ്ടാക്കിക്കോ, ഞാൻ അവനെ തീർക്കും. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഏതാണ്ട് 120 കൊല്ലം നോഹ പ്രസംഗിച്ചെന്നാണ് ചരിത്രം. എന്തായിരിക്കും പ്രസംഗിച്ച് അറിയാവോ? ബൈബിളിൽ അങ്ങനെ ഇല്ല. എന്നാലും ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു നോഹ 120 കൊല്ലം എന്ത് ചെയ്യുന്ന. ഇങ്ങോട്ട് നോക്കി, എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? എന്തായിരിക്കും പ്രസംഗിച്ചേ? പറ, ആരെങ്കിലും പറ. എന്തോ പ്രളയം വരുന്നു അങ്ങനെയല്ലേ ചോദിച്ചാ? പ്രളയം വരുന്നു, പിന്നെ മാനസാന്തരപ്പെടുകോ, പിന്നെ പെട്ടകത്തിൽ കയറിയോ, അങ്ങനെ ആയിരിക്കത്തില്ലയോ? എന്നാ അങ്ങനല്ല. പ്രളയം വരുന്നു എന്ന് പറഞ്ഞ കാര്യം സത്യമാ. പ്രളയം വരുന്നേ. മഴ കണ്ടിട്ടില്ലാത്തവർക്ക് എന്നാ പ്രളയം പറയാന്? കളിയായിട്ട് അവർ ചിന്തിച്ചു. എവിടെ മൈൻഡ് ചെയ്യേ? പെട്ടകം കയറിക്കോ, പെട്ടകത്തിൽ കയറിക്കോ എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. കാരണം പെട്ടകം ഉണ്ടാക്കിയത് അവർക്ക് വേണ്ടിയിട്ടല്ല. അല്ലേ തന്നെ ഒരു ലോകത്തിലെ ആൾക്കാർ മൊത്തം ഗുണപ്പെട്ട് വന്നാൽ 300 മുഴം നീളം, ഇവിടുന്ന് ആ റോഡ് വരെ കാണും. 450 അടി നീളം, 75 അടി വീതി, അല്ലെ 50 മുഴം വീതി, 75 അടി ഇത്രയും വീതി, ഒരു 30 മുഴം പൊക്കം, 45 അടി പൊക്കം. ഇതിനകത്ത് ലോകം മൊത്തം കയറുവോ? ശുദ്ധിയുള്ള 7 മൃഗം, ശുദ്ധിയില്ലാത്ത 2 മൃഗം കയറണ്ടായോ? അതായത് നോഹയും കുടുംബവും കയറണ്ടേ? അപ്പൊ ഈ പെട്ടകത്തിനകത്ത് കയറിയും പുള്ളി പറഞ്ഞിട്ടേ ഇല്ല. കൊണപ്പെടോ മഴ വരുന്നു, രക്ഷപ്പെടോ മഴ വരുന്നു, മാനസാന്തരപ്പെടോ മഴ വരുന്നു. പെട്ടകമോ? പെട്ടകം നിനക്കല്ല, എനിക്കാ. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ്, നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി മൂലം തനിക്കും തന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? പെട്ടകം തീർത്തു. നിനക്ക് രക്ഷപ്പെടണോ? നീ അടിക്കേ. നിനക്ക് വേണോ? നീ അടിക്കേ. ഇവിടെ വേറെ നിർബന്ധമൊന്നുമില്ല. തീർക്കാൻ പോവാ.
തീർക്കാൻ പോവാ. ഞാൻ ഈ കാശ് മുടക്കി പെട്ടകം വലിച്ചത് നിന്നെ ഓസിന് കയറ്റാനല്ല, എനിക്കും എന്റെ തലമുറക്കും കയറാനാ. നിനക്ക് വേണോ? നീ അടിക്ക. മനസ്സിലാകുന്നവർക്കായി കർത്താവിന് സ്തോത്രം. എത്ര പേർ ഈ ദൂത് ഇന്ന് രാത്രി എങ്ങനെ തിരിച്ചറിയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, എന്റെ വാക്കുകൾ ഗൗരവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പറയുന്ന വേടുകൾ ശക്തമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാ നൽകുന്ന ദൂതാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എവിടേക്ക് ഇരുന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നോ, ഇന്ന് രാത്രി സ്വർഗം നിന്നോട് സംസാരിക്കുന്നു. ഒരു ഫ്രീ വീലിൽ നിന്നെ വിടുന്നതിന് മുമ്പ് ദൈവ കൃപയിലേക്ക് മടങ്ങി വരാൻ സ്വർഗം എവിടെയൊക്കെയോ ആരോടൊക്കെയോ ദൂത് സംസാരിക്കുന്നുണ്ട്. സ്വർഗം അവനെ തീർക്കാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഇനി രക്ഷയില്ലാത്തൊരു കാലം എന്ന് പറഞ്ഞാൽ, യേശുവിനെ കർത്താവ് വന്ന് ഞാൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞാലും ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം നിന്നെ തീർക്കാൻ പോവാ. ദൈവത്തിന്റെ ന്യായവതിയുടെ പ്രളയം മണ്ണുത്തിയിൽ കയറി വരുന്നതിന് മുമ്പ്, നിന്റെ കൂടാരങ്ങളിൽ കയറി വരുന്നതിന് മുമ്പ്, നിന്റെ സഭയ്ക്കകത്ത് കയറി വരുന്നതിന് മുമ്പ്, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കയറി വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കുറവ് ഇന്ന് രാത്രി ഓർമ്മ വരുന്നെങ്കിൽ ദൈവത്തോട് നേറ്റി പറഞ്ഞിട്ട് അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങൾ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒത്തിരി എവിഡൻസുകൾ ഇനിയും ഞാൻ നോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമ കാലഘട്ടത്തിൽ യേശുവിന്റെ ശുശ്രൂഷയിൽ മാനസാന്തരപ്പെടാത്ത പല പട്ടണങ്ങളെ കുറിച്ച് യേശു പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അറിയാമോ? കൊരസീനേ നിനക്ക് കഷ്ടം, ബേത്സയിദേ നിനക്ക് കഷ്ടം, കഫർനഹൂമേ നീ സ്വർഗം വരെ ഉയർന്നിരിക്കും, നീ പാതാളം വരെ താഴ്ന്നു പോകും. നിനക്ക് രക്ഷ, നീ പോകുന്നേ. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തിയൊക്കെ ആ സോരിലും ശീതോനിലും ഒക്കെ നടന്നിരുന്നെങ്കിൽ അവർ എന്നെ കൊണ്ടപ്പെട്ടേന്. ന്യായവധി ദിവസത്തിൽ നിന്നേക്കാൾ നന്നായിട്ട്, നിന്നേക്കാൾ അവർക്ക് സഹിക്കാവതാവും. അവർക്ക് സഹിക്കാം, പക്ഷെ നിനക്ക് എന്ത് ചെയ്യത്തില്ല, നിന്നെ വിടുക. ബേത്സയിദയെ പറ്റി ഒരു 2-3 കാര്യങ്ങളൊന്ന് ശാന്തമായി ചിന്തിച്ചോട്ടെ. എടുക്കാമോ പാസ്റ്ററെ? 1-2 വാക്യം വായിക്കാമോ? വായിക്കാം. എടുത്തേ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം എടുക്കൂ. മർക്കോസിന്റെ സുവിശേഷം, ക്ഷമിക്കണം, 8:22 വാക്യം വായിച്ച്. അവൻ ബേത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവന്റെ ഊരിന് പുറത്തു കൊണ്ടുപോയി. രസകരമായ ഒരു കാര്യമാണ്. ബേത്സയിദ വന്നപ്പോൾ ഒരു കുരുടനെ എന്ത് ചെയ്തു? അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഇയാൾ എന്ത് ചെയ്യണം? തൊടണം, സൗഖ്യമാക്കണം. അത്രേ വാർത്തയുള്ളൂ. കർത്താവ് പറഞ്ഞു സൗഖ്യമാക്കാം, പക്ഷെ ഈ ഊരിയിൽ വെച്ച് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. അവനെ കൈക്ക് പിടിച്ച് വെളി കൊണ്ടുവന്നു. അവനെ കൈക്ക് പിടിച്ച ഊരിന് പുറത്തു കൊണ്ടുവന്നു, ബേത്സയിദയ്ക്ക് പുറത്തു കൊണ്ടുവന്നു. അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവന്റെ കണ്ണെ തുപ്പി, അവന്റെ കണ്ണിന്മേൽ കൈ എന്ത് ചെയ്തു? വെച്ചു. അത്രേ ഉള്ളൂ. എന്നിട്ട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? ഉടനെ അയാൾ എന്നാ പറഞ്ഞു? അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു. എന്തോ അവൻ പെട്ടെന്ന് മേലോട്ട് നോക്കിട്ട് പറയും, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവൻ ജന്മന ഒരു കുരുടനൊന്നും ആണോ? ആണെങ്കിൽ പുള്ളിക്ക് എങ്ങനെ മനസ്സിലാവും മനുഷ്യനും മരങ്ങളും? അല്ല. ആദ്യമായിട്ട് കണ്ണു തുറന്നു വരുന്ന മനുഷ്യർ കണ്ണു തുറക്കുമ്പോ മരമാണെന്ന് എങ്ങനെ മനസ്സിലാവില്ലേ? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. മനുഷ്യരാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. പക്ഷെ അവർ നടക്കുന്ന മരങ്ങൾ പോലെ. അപ്പൊ മരങ്ങളെയും പുള്ളിക്ക് എന്ത് ചെയ്യാം? അറിയാം. മരങ്ങളെ അറിയാം, ഇയാൾക്ക് മനുഷ്യനും അറിയാം. അപ്പൊ എങ്ങനെ കുരുടനായി? സ്തോത്രം. സത്യത്തിൽ ഇയാൾക്ക് വെളിപ്പാടുള്ള ആളായിരുന്നു. എവിടെ വെച്ചോ ഒരു കുരുട്ടുവനെ എന്ത് ചെയ്തു? ബാധിച്ചു. ഇപ്പൊ ദൈവം പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. മനുഷ്യനെ മനുഷ്യനായിട്ടും മരങ്ങളെ മരങ്ങളായിട്ടും കാണണമെങ്കിൽ നിനക്കൊരു സെക്കൻഡ് ടച്ചിങ്, കാഴ്ചപ്പാട് വ്യക്തമാവണമെങ്കിൽ, നടപ്പ് വ്യക്തമാകണമെങ്കിൽ ഒരു സെക്കൻഡ് ടച്ചിങ് ആവശ്യമാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്? മനസ്സിലാകുന്നവർ മാത്രം ആ കരമുയർത്തിയൊരു സ്തോത്രം എന്ന് പറയാമോ? നിങ്ങളിലൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഒന്നുകൂടെ കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ചേ. അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയിട്ട് അവന്റെ കണ്ണിന്മേൽ തുപ്പി സൗഖ്യമാക്കിയിട്ട് ചോദിച്ചു, വല്ലതും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ട്, വ്യക്തമല്ല, കാഴ്ചയ്ക്കകത്തൊരു അവ്യക്തത. എങ്ങോട്ടാ പോകുന്നേ?
നിത്യത. വന്നപ്പോഴങ്ങനായിരുന്നു. ഇപ്പോഴെന്തോ ഒരു അവ്യക്തത, എങ്ങോട്ടാന്ന് അറിയത്തില്ല. കൊട്ടിയും പാടിയും എങ്ങോട്ടാണെന്ന് പറഞ്ഞോ, അറിയില്ല. കുറച്ചു പേര് മർദ്ദമായി പോകുന്നു, നമ്മൾ കുറച്ചു പേര് ബിന്ദിക്കോസിൽ പോകുന്നു, കുറച്ചു പേര് കത്തോലിക്ക് പോകുന്നു, നമ്മൾ കുറച്ചു പേര് ഇതിനകത്തും വരുന്നു. അവരവിടെ പാട്ട് പാടുന്നു, നമ്മളിവിടെ പാട്ട് പാടുന്നു. അവർ മഹു നടത്തുന്നു, നമ്മൾ മഹു നടത്തുന്നു. കാഴ്ചപ്പാടിനകത്തൊരു അവ്യക്തത ഇല്ലേ പാസ്റ്റർ? ദേ, ഈ രണ്ടാമത്തെ കൺവെൻഷനിൽ പരിശുദ്ധാത്മ പറയുന്ന ഒരു സെക്കൻഡ് ടച്ചിങ് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ റൂട്ട് പ്രോപ്പറായി കാണത്തക്ക നിലയിൽ ഒരു സെക്കൻഡ് ടച്ചിങ് നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാഴ്ചപ്പാടിനകത്തുള്ള അവ്യക്തത മാറി, സകല അവ്യക്തതയും മാറി നേരെ ചൊവ്വേ മുമ്പോട്ട് പോകത്തക്ക നിലയിൽ ചില വ്യക്തമായ ധാരണകൾ, കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകണമെങ്കിൽ ഒരു സെക്കൻഡ് ടച്ചിങ് ആവശ്യമാണ്. ശിംശോന്റെ കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കൊന്നൊന്ന്, കൊന്ന് രണ്ട്, കൊന്ന് മൂന്നെന്ന് കൊന്നുകൂട്ടിയൊരു മനുഷ്യൻ അറിയാം നിങ്ങൾക്ക്. ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് ഒരു മനുഷ്യൻ, ന്യായാധിപനായ ഒരു മനുഷ്യൻ. ഒരിക്കൽ പാസ്റ്റർ ഞാൻ നോക്കിയപ്പോൾ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് ഗസയിൽ കിടക്കുക. കൺവെൻഷനാണെന്ന് എനിക്കറിയാം. ഈ ദൂത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പറയാം. ഒരു കൈ ഒരു ഗോപുരത്തിൽ, ഈ കൈ വേറൊരു ഗോപുരത്തിൽ കിടക്കുക. അവര് പറയും ചാടടാ, ഉള്ളി ചാടും. അവര് പറയും ആട്ടടാ, ഉള്ളി ആട്ടും. അവരാ പറയുന്നത്. ഇതുവരെ ഇദ്ദേഹം ചെയ്യുമായിരുന്നു. ഇപ്പൊ അവരെന്ത് ചെയ്യുക? ഞാൻ പറയും, അയ്യോ ഇതുപോലൊരു ഗതികേട്. എക്സ് പാസ്റ്ററാ. കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന്, കൊന്നുകൂട്ടിയാളാ. ഇപ്പൊ അവര് പറയുന്ന പോലെ ചാടുന്നു, കണ്ണ് പൊട്ടിച്ച്. ദൈവം നമ്പരാൻ ചോദിച്ചു, എന്റെ ശിംശോനെ നിനക്ക് ഈ ഗതികേട് വന്നല്ലോ, രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. പണ്ട് എൻ്റെ മേൽ പകർന്ന സാധനം, ആ ശക്തി ഒന്നുകൂടെ എന്ത് ചെയ്യണം? അങ്ങനെ പകർന്നാൽ പണി ഞാൻ എന്ത് ചെയ്യാം? പണി ഞാൻ കാണിക്കാം. ദൈവം പറഞ്ഞ് കാണിക്കുമോ? കാണിക്കും. ശക്തി തന്നാൽ ഒന്നുകൂടെ കൊടുത്തു. മുടി വളർന്നു. മനുഷ്യൻ ഒരു വലി, ഒരു ഗോപുരം താഴെ, ഒരു വലി, ഈ ഗോപുരം താഴെ, രണ്ട് വലി വലിച്ചപ്പോ ഗോപുരം താഴെ. എന്താ സംഭവിച്ചെന്നറിയാമോ? ജീവിച്ചപ്പോ കൊന്നതിനേക്കാൾ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? കൊന്നു. അതിനേക്കാൾ സന്തോഷം, ആ ആണ്ടിലെ ഉത്സവം മുടങ്ങി. ഉത്സവം നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഗസ നിർജ്ജന പ്രദേശമായെന്ന ബൈബിൾ വാക്യം. ഗസ നിർജ്ജനമായി പോയി. ഒരുത്തന്റെ മേൽ ദൈവ സാന്നിധ്യം ഒന്നുകൂടെ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒരു സെക്കൻഡ് ടച്ചും കൂടെ വന്നപ്പോൾ, സ്തോത്രം. പണ്ട് പകർന്നത് ഒരിക്കൽ കൂടെ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, പണ്ടത്തെ ദൈവ സാന്നിധ്യം ഒരിക്കൽ കൂടെ വന്നപ്പോൾ, അവന്റെ അകത്തൊരു ദൈവശക്തി വീണ്ടും വന്നപ്പോൾ ഉത്സവങ്ങൾ മുടങ്ങി. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഇതൊക്കെ എനിക്ക് ആത്മാവിൽ പറയാൻ അസാധാരണമായി ധൈര്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, കേരളവും ഭാരതവും ഒരു ഉണർവിന്റെ വക്കിലേക്ക് സ്വർഗം എത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും വരുന്നില്ല. സകല അധികാരങ്ങൾ കൊണ്ടുവരുന്നതും ദൈവമാണെങ്കിൽ ഭാരതത്തിന്റെ ഉണർവിന്റെ സമയമാഗതമായി ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന എത്ര വിജയമക്കൾ ഒരു സെക്കൻഡ് ടച്ചിങ് നമ്മുടെ മേൽ സ്വർഗം പകരുകയാണ്. കുരുടനെ ഊരിന് പുറത്തു കൊണ്ടുവന്നു. അവന് സൗഖ്യമാക്കിയിട്ട് ഒരു കമാൻഡ് പറയുന്നുണ്ട്, നീ ഊരിൽ കടക്കുക പോലും, നീ അങ്ങോട്ട് പോകണ്ട. രക്ഷപ്പെട്ടില്ലയോ? അങ്ങോട്ട് പോകണ്ട. ഞാൻ അവനെ തീർക്കാൻ പോവാ. നിനക്ക് കഷ്ടം. 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 സ്വർഗത്തോളം നീ ഉയർന്നിരിക്കുമോ? പാതാളം വരത്താണ് പോകും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട്, ഒരു സാധാരണക്കാരനായ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മുടെ ഇച്ഛയ്ക്ക് നമ്മളെ വിടാതെ നമ്മളെ തിരിച്ചു പിടിക്കുന്ന ഒരു മനസാക്ഷിയുണ്ട് നമ്മുടെ അകത്ത്. നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവുണ്ട്, നമുക്കറിയാം. ഇത് മുഴുവൻ നമ്മൾക്ക് വാദിക്കുന്നത് കൊണ്ട് കൃപയിൽ നമ്മൾ നിൽക്കാൻ കഴിയുന്നത്. ഇനിയും അവന്റെ അനുസരണം, അവൻ പറഞ്ഞ വാക്കനുസരിക്കാതെ പിന്നെയും വൈഡായി പോയാൽ നമ്മളോട് ഒരു കാര്യവും പറയാതെ നമ്മുടെ ഫ്രീ വില്ലിലേക്ക് സ്വർഗം വിടും. അത് അപകടമാണ്. ആ ഒരു അപകടസ്ഥിതിയിലേക്ക് പോകാൻ ഇന്ന് രാത്രി ആരും തയ്യാറാവരുത്. ഒന്നും മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ബെത്സൈദയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട്. കൂട്ട വിടുതൽ, മാസ് വിടുതൽ ഒക്കെ ആ പട്ടണത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ഇഷ്ടത്തിൽ അവരെന്ത് ചെയ്തു? വിട്ടുപോയി. നമുക്ക് പരിചയമുള്ള ഒരു കഥാപാത്രം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പ് പ്രസന്റ് ചെയ്തോട്ടെ. ഒരു കഥാപാത്രം കൂടെ. സംഖ്യാപുസ്തകം എടുക്കണം, 22 അധ്യായം എടുക്കണം. സംഖ്യ, നമ്പേഴ്സ്. ഒന്നോട്ടൊന്ന് വായിക്കാം പാസ്റ്റർ. 22:1.
ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരീഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിത്തോരിന്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെയായിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാനി മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. പോലെ മോവാബിന് കിട്ടിയ ഏറ്റവും വലിയ വെളിപ്പാട് ഒരു രാജാക്കന്മാർക്കും കിട്ടിയിട്ടില്ല. അയാൾ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ. കാള വയലിലെ പുല്ല് നക്കി തിന്നുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട്. അവർ നമ്മളെ നക്കി എന്ത് ചെയ്യും? തീർക്കും. പുള്ളിക്ക് മനസ്സിലായൊരു വെളിപ്പാടുണ്ട്. ദൈവജനത്തിന്റെ ശക്തി കയ്യേലല്ല, അവന്റെ നാവേല. പ്രൈസ് ദി ലോർഡ്. അവൻ അടങ്ങിയിരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവനൊന്ന് നാക്ക് ചുഴറ്റിയാൽ, അവനൊന്ന് നാക്ക് തുറന്നാൽ, വാ തുറന്നാൽ കാള വയലിലെ പുല്ല് നക്കിയെടുക്കുന്നത് പോലെ നമ്മളെ നക്കിയെടുക്കുക. കാരണം അവന്റെ നാവിന്റെ മേൽ ദൈവം ഒരധികാരം കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ ലോകത്തിലെ ഏക ഭരണാധിപനാ ബാലാക്ക്. എന്നിട്ട് വായിച്ച പാസ്റ്റർ, അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാഖായിരുന്നു. അവൻ ബയോരിന്റെ മകനായ ബിലിയാമിനെ വിളിക്കുവാൻ അവന്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പാഥോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാർ ആയിരിക്കുക കൊണ്ട് പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്ത് നിന്ന് ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിവുണ്ടായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. അടുത്ത വാക്യം. മോവാബിയ മൂപ്പന്മാരും മിദ്യാന്യ മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്നദക്ഷിണയുമായി ബിലിയാമിന്റെ അടുക്കൽ ചെന്നു ബാലാക്കിന്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അടുത്ത വാക്യം. അവൻ അവരോട്, ഇന്ന് രാത്രി നിങ്ങൾ എന്റെ ഇവിടെ താമസിക്കും. ഞാൻ ദൈവത്തോട് ചോദിക്കാതെ എങ്ങും പോകുന്ന ഒരു പതിവ് എനിക്ക് ഇല്ല. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ ഭാഗം അറിയാമല്ലോ, അറിയത്തില്ലയോ? അറിയാം. അറിയത്തിൽ പോകുന്ന എല്ലാ ദൈവമക്കൾക്കും ഈ ഭാഗം അറിയും. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാതിരിക്കാൻ സാധ്യതയുള്ളൂ. 95% ആൾക്കാർക്കും ഈ സംഭവം അറിയും. ഇപ്പൊ ബാലാക്ക് രക്ഷപ്പെടാൻ വേണ്ടി ബിലിയാമിനോട് അവർക്കെതിരെ വന്ന് ദൂത് പറയാൻ വേണ്ടി പ്രശ്നദക്ഷിണയുമായി മൂപ്പന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ ബിലിയാം പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല. നിങ്ങൾ ഇവിടെ താമസിക്കുവാണെങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ദൈവം തമ്പുരാൻ പോകാൻ പറഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യൂ? പോകും. ഒത്തിരി യോഗ്യതയുള്ള ആളാണ്, എന്നെക്കാളൊക്കെ യോഗ്യതയുള്ള ആളായി ബിലിയാം. എന്നോട് ഇപ്പോൾ ഒരു യോഗത്തിന് ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ, പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് ഞാൻ പറയാറില്ല. 1 മിനിറ്റേ അച്ഛാ, 1 മിനിറ്റേ. എന്തിനാണെന്നറിയോ? അത്രേ ഉള്ളൂ. ഡയറി നോക്കാൻ. ഡയറി ഫ്രീ ആണെങ്കിൽ നമ്മൾ ഫ്രീ. 365 ദിവസവും ഡയറി ഫ്രീ ആണെങ്കിലും ബിലിയാം എന്തല്ല? ഫ്രീ അല്ല. യോഗത്തിന് വരണോ? വെയിറ്റ്. ഒരു രാത്രി സംസാരിച്ചോട്ടെ. അയ്യോ, രാത്രി ചോദിച്ചു, കർത്താവേ പോണോ? ബാലാക്കിന്റെ അവിടുന്ന് വന്നിട്ട് പോണോ? ദൈവം പറഞ്ഞു വേണ്ട. ഒറ്റ രാത്രി ചോദ്യവും ആ രാത്രി തന്നെ മറുപടിയും വന്നു. മനസ്സിലായി ബിലിയാമിന്റെ വാക്കുകൾ. ദൈവത്തിന് അന്നേരം പിടികിട്ടി. ബിലിയാമാ കേട്ടോ യോഗത്തിന് പോകുന്ന കാര്യം ചോദിക്കുക. കാരണം ഈ സ്ഥിരമായ ബന്ധത്തിന്റെ ശബ്ദത്തിന്റെ പരിചയം ഉണ്ട്. ഞാൻ ഈ കൺവെൻഷൻ കഴിഞ്ഞൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 11, 12 ഒക്കെ ആവും സാധാരണ. ഇപ്പം വിളിച്ചത് ഇങ്ങനെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അകത്തുനിന്നൊരു ചോദ്യം വരും, ആരാ? ഇപ്പം ഞാൻ പറയും, ഇടുക്കി ജില്ലയിൽ പീരിമേട് താലൂക്കിൽ ഏലപ്പാറ പഞ്ചായത്തിൽ ഹെലിബ്രയക്കരയിൽ ശ്രീമൻ രാജുവിൻ്റെയും ശ്രീമതി കുഞ്ഞുമോടെയും 2ാമത്തെ മകൻ അനീഷ് എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. ഞാനാ ഒറ്റ വാഗേ ഉള്ളൂ. യോ, ഡോറൊക്കെ എത്ര പെട്ടെന്ന് ഓപ്പൺ ആവുന്നു. 11 കൊല്ലം വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുക. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സൗണ്ട് അറിയാം. സ്ഥിര പരിചയത്തിന് ശബ്ദ ബന്ധമുണ്ട്. നമ്മൾ ആലയത്തിൽ ചെന്നൊരു സ്തോത്രം പറയുമ്പോൾ അത് കുഞ്ഞച്ചൻ്റെ സ്തോത്രമാണെന്നും അത് കുഞ്ഞമാമയാണെന്നും അത് തങ്കച്ചാനാണെന്നൊക്കെ ദൈവത്തിന് അറിയാം. സ്ഥിരപരിചയം ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി മിണ്ടാതിരിക്കുവാണെങ്കിൽ മിണ്ടാതിരുന്നതും കർത്താവിന് അറിയാം. ഇന്നും പുള്ളി മിണ്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. രാത്രി ചോദിക്കുന്നത് പോണോ? ദൈവം പറഞ്ഞു ബിലിയാമാന്നല്ലോ, എന്തോ റൂട്ട് ഇന്ന വഴിയാ, പോകണ്ട. പറഞ്ഞു ഞാൻ വരുന്നില്ല കേട്ടോ, ദൈവം പറഞ്ഞു വരണ്ടെന്ന്. അപ്പം അയാൾ ചെന്ന് പറഞ്ഞു ബാലാക്കെ പുള്ളി വരുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പം അടുത്ത ദിവസം പുള്ളിക്കാരനൊക്കെ കുറച്ചുകൂടി യോഗ്യന്മാരെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. ഇപ്പം പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രി വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യും? ചോദിച്ചു നോക്ക്. ചിലപ്പം ദൈവം പറയുമായിരിക്കും. കാരണം വന്ന ആൾക്കാർ മാന്യതയുള്ള ആൾക്കാരല്ലേ. ഇപ്പം ചിലപ്പോൾ പോകാൻ പറ്റും. ദൈവം പറഞ്ഞു പോകണ്ട. 22 വായിക്കുന്നു, വായിച്ചേ. 22 അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. 20 വാക്യം. രാത്രിയിൽ ദൈവം ബിലിയാമിന്റെ അടുക്കൽ വന്നു. രാത്രി ദൈവം വന്നു ബിലിയാമിന്റെ അടുക്കലോട്ട്. ഇവർ നിന്നെ വിളിക്കുവാൻ വന്നിരിക്കുന്നു എങ്കിൽ പുറപ്പെട്ട് അവരോട് കൂടെ പോകുക. എന്തോ 2-3 പ്രാവശ്യം ചോദിച്ചു, പൊക്കോട്ടെ പൊക്കോട്ടെ. വേണ്ട വേണ്ട വേണ്ട.
ഇപ്പൊ പറയാ നീ അവരോട് പൊക്കോ, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഇവിടെ കാര്യം നോക്കേ. ആ വാക്കിന് അർത്ഥം, ഈ സ്വരത്തിനകത്ത് അർത്ഥമുണ്ട് ഇല്ലയോ പാസ്റ്ററെ? ഇവിടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉള്ളവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. ഒരു 10 മിനിറ്റ് കൂടെ, ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ശുശ്രൂഷിക്കാം, ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ കരമണി ഒത്തുന്ന് പറ. സ്വരത്തിനകത്ത് അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ വീട്ടിലോട്ടൊക്കെ വരുമ്പോഴേ ഭാര്യമാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അച്ഛാ എവിടെ അരച്ച? അത് എൻക്വയറിയാ, വഴി വല്ല പറ്റി എവിടെ ആയിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. എവിടാ അച്ഛാ? മാറിയില്ലയോ? അർത്ഥം മാറിയില്ലയോ? എവിടാ ചോദിച്ചാലോ അർത്ഥം മാറിയോ? മാറിയില്ലേ ഫസ്റ്റ്? അർത്ഥം മാറി. സ്വരത്തിനകത്ത് അർത്ഥമുണ്ട്. ഇവനോട് പോകണ്ടെന്നൊരിക്കൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ യോഗ്യന്മാരെ വന്നേക്കുന്ന പൊക്കോട്ടെ, പോകണ്ട വിലയാമേ. മൂന്നാമതും പറഞ്ഞു, കർത്താവേ കുറച്ചുകൂടെ സമ്പത്ത് ഓഫറൊക്കെ ഉണ്ട്. ചോദിച്ചു, എന്നാ നീയേ പൊക്കോ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അബദ്ധത്തെ പറ്റിയും അപകടത്തെ പറ്റിയും നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് പല പ്രാവശ്യം തന്നു. പക്ഷെ മറുഭാഗത്ത് എന്റെ വിലക്കുകളെ അവഗണിക്കത്തക്ക നിലയിൽ ഓഫറുകൾ വന്നപ്പോ നിനക്ക് പോയാ കൊള്ളാവുന്ന ഒരു ചിന്ത പിന്നെയും വന്നിട്ടല്ലേ ചോദിക്കുന്ന, നീ പോ, നിന്നെ തീർക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വാസിക്ക് മാത്രമുള്ള ദൂതൊന്നുമല്ല. സകല ശുശ്രൂഷകന്മാർക്കുമുള്ള ദൂത് തന്നെയാണ്. ദൈവത്തിന്റെ വിലക്കുകൾ വിട്ടിട്ട്, അവന്റെ മുന്നറിയിപ്പുകൾ വിട്ടിട്ട് പിന്നെയും ഇഷ്ടപ്രകാരം പോകാനാണ് നീ പ്ലാൻ ചെയ്തതെങ്കിൽ നീ പോ. തീർക്കാൻ ഞാൻ ദൂതനെ നിന്റെ വഴിയിലേക്കും. ഓ റബാബാബാബാബാ സന്തൻ. ഇന്ന് രാത്രി വരാൻ പോകുന്ന അനർത്ഥത്തെ ഓർത്ത് ദൈവത്തോട് കരയാൻ നിലവിളിക്കാൻ എത്ര പേർ ഇന്ന് രാത്രിയുണ്ട്? ഓ ശരബഹതുൽ കമന വൈഡ പ്രൗഢഭാരക്ഷസി അന്തൽ കബാല. 100 വട്ടം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടും പിന്നെ നിന്നെ കൊണ്ട് ആ പാപം തന്നെ ചെയ്യിപ്പിച്ച് നിന്നെ പരാജയത്തിന്റെ വക്കിലേക്ക് ഇട്ടുകളയാൻ ശ്രമിക്കുന്ന പിശാചിന്റെ പദ്ധതിയിൽ നിന്നും ഇന്ന് രാത്രി രക്ഷ നേടാൻ കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? പറ, സ്വർഗമേ ഞങ്ങൾ മടങ്ങി വരികയാണ്. ഓ റബബ ശകരാദൽ മസദൽ കരാബരാദി അദൽ ജനാദി. ഹല്ലേലൂയ. ഒരിക്കൽ തെറ്റുപറ്റി ക്ഷമ ചോദിച്ചു, വീണ്ടും തെറ്റുപറ്റി നീ ക്ഷമ ചോദിച്ചു. അന്നൊക്കെ പറഞ്ഞു ഇനി പോവല്ല, ഇനി പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും വർഷങ്ങളായി ആ പാപത്തിൽ തന്നെ നിന്നെ കുടിക്കും, നിന്റെ നിത്യതയെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക പ്രവണതയിൽ നിന്നും ഇന്ന് രാത്രി രക്ഷ നേടാൻ കൊതിക്കുന്ന എത്ര ദൈവദാസന്മാർ, എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഈ രാത്രി മടങ്ങി വരുവിന്റെ രാത്രിയാണെന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അറിയാമോ, നിങ്ങളോട് ഇന്ന് രാത്രി എന്റെ തൊണ്ടകീറി ശക്തിയോടെ പ്രസംഗിക്കുമോ? നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ പവർഫുൾ ആയിട്ട് ഈ ദൂത് എന്റെ ഹൃദയത്തെ പൊളിക്കുന്നു, രക്തത്താൽ ചെയ്യും, എന്റെ മനസ്സിനെ പൊളിക്കുന്നു, രക്തത്താൽ ചെയ്യും. അവന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു പോയ അനുഭവങ്ങളുണ്ട്. ഇന്ന് രാത്രി മടങ്ങി വരുന്നെന്ന് പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ എന്നെ കേൾക്കുന്നു? അവരെ കരമുയർത്തി ശക്തിയോടെ ഒരിക്കൽ കൂടെ ഒരു സ്തോത്രം. ഇനിയിപ്പോ ഞാൻ അവന് നിയമങ്ങൾ കൊടുത്ത്, പ്രമാണങ്ങൾ കൊടുത്ത് കുത്തിവെച്ച് അവനെ വിശുദ്ധനാക്കാൻ എനിക്ക് മനസ്സില്ല. ഇത്രയും പ്രമാണങ്ങളും ന്യായവിധികളും ദൂതുകളും ആലോചനകളും പാട്ടും പ്രസംഗവും ഒക്കെ കൊടുത്തിട്ടും അനീതി ചെയ്യാനാണ് അവന്റെ മനസ്സ് ഇപ്പോഴും ക്ഷേമിക്കുന്നതെങ്കിൽ, പാപത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അവന്റെ മനസ്സിനകത്ത് ഇപ്പോഴും ദാഹമെങ്കിൽ, ഇനി അവനോട് വേദമോദണ്ട, ഇനി അവനോട് സംസാരിക്കണ്ട. അവന്റെ ഇഷ്ടത്തിന് അവനെ വിട്. പ്രളയം വരും നിശ്ചയം. ഭൂമിക്ക് നോഹയുടെ കാലത്തുള്ള വലിപ്പം ഇന്നും ഉള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഒരു പക്ഷേ പോപ്പുലേഷൻ കുറവായിരിക്കും, ഇന്നത്തെ കാലത്ത് ഇന്ന് പോപ്പുലേഷൻ കൂടുതലായിരിക്കും. പെട്ടകമുണ്ടാക്കിയവൻ അത് തട്ടി മരിച്ചു. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ എൻ്റെ മനസ്സിനകത്ത് കോറി വെച്ചു. പെട്ടകത്തിന്റെ വാതിൽ ആരാ അടച്ചേ? എല്ലാവരും പറഞ്ഞേ എന്തായിരിക്കും? ആണി വെച്ചത് ആശാരിയ, പലകരണ്ട് കൂട്ടി യോജിപ്പിച്ചത് ആശാരിയ, പശ തേച്ചതും കീല് തേച്ചതും ആശാരിയും നോകയൊക്കെ ചേർന്നിട്ടാ. പക്ഷെ വാതിലടച്ചത് എന്തിനായിരിക്കും? അറിയാം, അച്ചായം വന്ന് തട്ടുമ്പോൾ തുറന്നു കൊടുക്കാൻ സാധ്യത, അങ്ങനെ ആരും കയറി വരണ്ട, സമയം കൊടുത്തു.
ആശാരി കയറി വന്ന് തട്ടുമ്പോ പറയൂ, എന്നെ നീ രക്ഷപ്പെട്ടത് ഞാൻ പറഞ്ഞിട്ടല്ലോ, പൈസ ഇതുവരെ തീർത്ത് തന്നിട്ടില്ലല്ലോ, ഒന്ന് എന്നെ കൂടെ ഒന്ന് കേട്ടോ. ചിലപ്പം ദാക്ഷിണ്യം ഒന്ന് തുറന്നാലോ. അങ്ങനെ വേണ്ട, സമയം കഴിഞ്ഞു. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. IPC ഇവിടെ ഈസ്റ്റ് സെന്ററിന്റെ കൺവെൻഷനാണെന്ന് തോന്നുന്നു. കഴിഞ്ഞിടയ്ക്ക് ഞാൻ വന്ന് പ്രസംഗിച്ചപ്പോൾ എന്ന് പറഞ്ഞൊരു വാക്കിങ്ങനെ, ദൈവരാജ്യ പ്രവേശനത്തിന് ആർക്കും പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും ഉണ്ടോ? 10 കൊല്ലം പാട്ടുപാടിയ ആളല്ലയോ കയറിക്കോ? ഇല്ല. 5 കൊല്ലം പ്രസംഗിച്ച ആളല്ലയോ കയറിക്കോ? 10 വാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലയോ കയറിക്കോ? ആലയം വെച്ച് കൊടുത്ത ആളല്ലയോ? ആനുകൂല്യമില്ല. കാരണം പൂട്ടുന്നത് ദൈവം. രക്ഷപ്പെടാനുള്ള മാർഗം അതിനു മുമ്പ് സ്വർഗം നിന്നോട് സംസാരിക്കുന്നു. പെട്ടകത്തിനകത്ത് കയറാനുള്ള ഒരു മാർഗം സ്വർഗം നിന്നോട് സംസാരിക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വിടാതെ ഇപ്പോഴും വിലക്കുകൾ നമുക്ക് നൽകി തന്ന് വിശുദ്ധിയിൽ നിർത്താൻ ശ്രമിക്കുന്ന ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത്, കർത്താവേ, എന്റെ ലൈഫിനകത്ത് വന്നുപോയ കുറവുകൾ എന്തെല്ലാമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ഞാൻ റെഡിയാ. കർത്താവേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ട്. എനിക്കറിയാം ഇതൊരു സെലക്റ്റീവ് പീപ്പിളാ. സെലക്റ്റീവ്. ഒരുപക്ഷെ വേണമെങ്കിൽ ഇനിയും ഈ യോഗത്തിന് ഒത്തിരി പേർക്ക് വരാമായിരുന്നു. തൃശ്ശൂരല്ലേ, മണ്ണുത്തിയല്ലേ, ഇനിയും വരാമായിരുന്നു. പക്ഷെ അവരെ വിടാതെ ഇത്രയും പേരെ ഇന്ന് രാത്രി സ്വർഗം ഈ കസേരയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ ആർത്ത് സ്തുതിക്കണം. കാരണം നിന്നോട് ദൈവത്തിന്റെ സ്നേഹമുണ്ട്. വിശ്വാസഗോളത്തിൽ കൊണ്ടുവന്ന ആ കാലത്തിലെ നിഷ്കളങ്ക സ്നേഹം ഇന്നും തമ്പുരാന് നമ്മോടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, അവനെ അവന്റെ ഫ്രീ വില്ലിൽ വിട്. എന്നാൽ നീതിമാൻ തന്നെത്താൻ ആരാ? നീതിമാൻ. അവൻ ഓൾറെഡി നീതിമാനാ. എന്നിരുന്നാലും ഇനിയും വീണ്ടും 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 നീതി ചെയ്യട്ടെ. അടുത്തതോ വിശുദ്ധൻ. എന്തോ അവൻ ഓൾറെഡി ആരാ? വിശുദ്ധനാ എന്നും പറഞ്ഞ് വിശുദ്ധികൾ ചിരിക്കുമല്ല. പിന്നെയോ പിന്നെയും പിന്നെയും വിശുദ്ധി ചെയ്യട്ടെ. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. ഒരു നിമിഷം എഴുന്നേക്കാം. ഈ രാത്രി കേൾപ്പിച്ച കൊച്ചു പ്രസംഗം എന്തെങ്കിലും ഗൗരവമായ കാര്യം സ്വർഗം നിങ്ങളോട് സംസാരിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോവരുത്. 8:45 ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ യോഗം എടുത്തീരും. അത്യാവശ്യമായി ബസിന്റെ എന്തെങ്കിലും ക്രമീകരണം ഉള്ളവർക്ക് വേണേൽ പോകാം, അല്ലാത്തവർക്ക് നിൽക്കണം. കാരണം ദൈവരാജ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ. എല്ലാ കണ്ണും അടച്ചാട്ടെ പ്ലീസ്. എവരിബഡി ക്ലോസ് യുവർ ഐസ്. എവരിബഡി ക്ലോസ് യുവർ ഐസ് പ്ലീസ് 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 പ്ലീസ്. ഒരു നിമിഷം ആ കരങ്ങളൊന്ന് ഉയർത്താമോ? എനിക്കതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ഏതാണ്ട് 1 മണിക്കൂറും 10 മിനിറ്റുമായിട്ട് ഇവിടെ പ്രസംഗിച്ചു. 10-13 മിനിറ്റുകൾ ഞാൻ ഇവിടെ പ്രസംഗിച്ചു. ഇത്രയും വാക്കുകൾ ഈ മൈക്കിനകത്തോട് സംസാരിച്ചപ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് എന്നെ സ്പർശിച്ചു എന്നുള്ള എത്ര പേരുണ്ട്? ആ കരമൊന്ന് ഉയർത്തിക്കാൻ നമ്മൾ ഒരുമിച്ചൊരു സമർപ്പണത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവാം. യോഹന്നാനിൽ കൂടെ ദൈവത്തിന്റെ ആത്മ സംസാരിക്കുന്ന ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ ഞാൻ അവന് ചെയ്തു കൊടുത്തിട്ടും ഇനിയും അവന്റെ ഇഷ്ടപ്രകാരം പോകാനാണ് അവൻ പദ്ധതി ഇടുന്നെങ്കിൽ അവൻ അവന്റെ ഫ്രീ വില്ലിൽ വിട്. അതല്ല മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ നമുക്ക് മടക്കി ചേർക്കാം. കുറവുകൾ നമുക്ക് ദൈവത്തോട് നേരിട്ട് പറഞ്ഞൊരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. കണ്ണടച്ച് ആ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു പാട്ടിന്റെ ഒരു ലൈൻ എന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാരമുയർത്തി ഞാനെന്തുള്ളു യേശു പരാമോ കാൽവരി ക്രൂശിനെ മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളു
യേശു പരാ. ചേർന്ന് പറയാമോ? ഞാനെന്തുള്ളൂ, ഞാനെന്തുള്ളൂ, ഞാനെന്തുള്ളൂ യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ യേശു പരാ. ഞാനെന്തുള്ളൂ, ഞാനെന്തുള്ളൂ, ഞാനെന്തുള്ളൂ യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ യേശു പരാ. രക്തത്തിൽ തുള്ളികൾ തെറിച്ച ക്രൂശിൽ, അതിൽ ഓരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും നറുവിലയ. ഞാനെന്തുള്ളൂ, 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 ഞാനെന്തുള്ളൂ യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ യേശു പരാ. ഞാനെന്തുള്ളൂ, 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 ഞാനെന്തുള്ളൂ യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ യേശു പരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളൂ യേശു പരാ. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം ആ കണ്ണൂരിന്ന് ഒന്നുകൂടി നടച്ചാട്ടെ. എന്നിട്ട് നിങ്ങളുടെ ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയുമെങ്കിൽ ആ രണ്ട് കരവും ഒന്ന് ഉയർത്തിയാട്ടെ. നമ്മൾ പലതിലും തെറ്റിപ്പോയിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച് നാം പല യാത്രയിൽ നീങ്ങിയിട്ടുള്ളവരാണ്. എന്നാൽ ഈ രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി ഒരു പുതുക്കത്തിന്റെ രാത്രിയായി മാറട്ടെ. ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരാതെ, നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ വിടാതെ, ദൈവത്തിന്റെ കൺട്രോളിൽ നമ്മളെ വീണ്ടും നടത്തുന്ന രാത്രിയായി മാറട്ടെ. ആ കൈക്കരം സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ രണ്ട് കരവും ഉയർത്തി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അങ്ങയുടെ മുന്നറിയിപ്പുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടും ഞങ്ങളതനുസരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. 1000 വട്ടം ഞങ്ങൾ പല പാപങ്ങളും ചെയ്തിട്ടുണ്ട്. കർത്താവെ, ക്ഷമ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും 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 അതേ പാപത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവെ, ഈ പുൽപിറ്റും ഈ സദസ്സും അങ്ങേക്ക് വിശുദ്ധമായി മാറട്ടെ. പ്രസംഗിക്കുന്ന അടിയനും കേൾക്കുന്ന നിന്റെ ജനവും അങ്ങേക്ക് വിശുദ്ധമായി മാറട്ടെ. അങ്ങനെ അഭിഷേകത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. അങ്ങനെ വിശുദ്ധി ഞങ്ങളുടെ മേൽ പകരണം. ശത്രു ഞങ്ങളുടെ മേൽ ക്ഷയമെടുക്കാൻ അനുവദിക്കാതെ നിത്യതയോളം ചെല്ലാനുള്ള കൃപ ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം പകരണമേ. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ്. അവരോടൊപ്പം അടിയന്റെ മേലും കർത്താവിന്റെ സാന്നിധ്യം കൃപയും അവിടുന്ന് പകരപ്പെടണം. പ്രാർത്ഥന സ്വർഗം കേട്ടതിൽ നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. എല്ലാത്തിനും നന്ദി. താങ്ക് യു. ഒരു നിമിഷം കൂടെ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാൻ. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാജൻ സാറ് മുമ്പോട്ട് കടന്നു വരും. മടങ്ങി വന്ന മുടിയൻ പുത്രനെ പിതാവ് സ്വീകരിച്ചതുപോലെ ഇന്ന് ഈ രാത്രി നാം കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മടങ്ങി വരുവാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ 2 കരം നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവ് സ്വീകരിക്കുക മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കി തരുവാൻ ആ പിതാവ് ഇന്ന് ആഗ്രഹിക്കുന്നു. ആര് മടങ്ങി വരുവാൻ താല്പര്യപ്പെടും? കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ രാജൻ സാർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്.